യേശുവിൽ ഏറ്റവും വാത്സല്യമുള്ള തൂങ്കുഴി കുടുംബാംഗങ്ങളെ, കഴിഞ്ഞ നൂറ്റാണ്ട് മുതൽ പല കുടുംബങ്ങളും തങ്ങളുടെ വംശാവലിയിൽ താല്പര്യം പുറപ്പെടുവിക്കുകയും കുടുംബയോഗങ്ങൾ സംഘടിപ്പിക്കുകയും ആഘോഷിക്കുകയും ചെയ്തു. അനേക കുടുംബയോഗങ്ങളിൽ മെത്രാൻ എന്ന നിലയിൽ സംബന്ധിക്കാൻ സാഹചര്യമുണ്ടായ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി. നമ്മുടെ ക്രിസ്തീയ കൂട്ടായ്മകളിൽ ഏറ്റവും പ്രാചീനം നമ്മുടെ കുടുംബമാണ്. തന്ന സൗഭാഗ്യമെൻ കുടുംബം, നീ തന്ന നിധിയെന്നുമെൻ കുടുംബം, നീ തന്നെ എന്നെന്നുമെൻ്റെ നാഥൻ, എൻ കുടുംബത്തിൻ്റെ ഏകനാഥൻ. നീ തന്ന സൗഭാഗ്യമെൻ കുടുംബം, നീ തന്ന നിധിയെന്നുമെൻ കുടുംബം, നീ തന്നെ എന്നെന്നുമെൻ്റെ നാഥൻ, എൻ കുടുംബത്തിൻ്റെ ഏകനാഥൻ. യേശുവേകപാലകൻ, യേശുവേകരക്ഷകൻ, മുതൽ നമ്മുടെ തൂങ്കുഴി കുടുംബം യോഗത്തിൻ്റെ രക്ഷാധികാരി, നമ്മുടെ എല്ലാമായിരുന്ന പിതാവ് നെയ്ക്ക് കൃത്യമായി വന്ന് 4 മാസങ്ങൾക്ക് മുമ്പ് നമ്മളിൽ പോയി. അതിനുശേഷം 4 മാസങ്ങൾക്ക് ശേഷം നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുകയാണ്. നമ്മുടെ സ്നേഹ ആദരവ് പ്രകടിപ്പിക്കുന്നതിനും നമ്മൾ ദൈവസന്നിധിയിൽ നമ്മുടെ അഭ്യർത്ഥനകൾക്ക് വേണ്ടി കഴിഞ്ഞ 16 ഞായറാഴ്ചകളിൽ വൈകുന്നേരം 9 മുതൽ 9:45 വരെ നമ്മൾ കുടുംബാംഗങ്ങൾ ഓൺലൈനായിട്ട് പ്രാർത്ഥനകൾ, ജപമാല, മറ്റ് ജാസിക്കുന്നതും പ്രാർത്ഥനകളൊക്കെ നമ്മൾ നടത്തി. നമ്മളെ ഇന്നും ഇതാനോടൊപ്പം ആയിരുന്നു. നമുക്കിവിടെ ചെയ്യുവാനും കുടുംബയോഗത്തിൻ്റെ 99ാം വാർഷിക സമ്മേളനം നടത്തുവാനും ഒക്കെ ദൈവം അനുഗ്രഹം തന്നു. ഈ അവസരത്തിൽ നമുക്ക് തൂങ്കുഴി പിതാവിനെ അനുസ്മരിക്കാനായിട്ട് അല്പസമയം ചെലവഴിക്കാം. നമുക്കെല്ലാം അതിനുള്ള കാര്യമാണ്. എന്നുള്ള കുടുംബയോഗങ്ങളിലെല്ലാം പിതാവ് ആയിരുന്നു നമ്മുടെ ജീവനാടി. സജീവധാന്യമായിട്ട് എല്ലാം മിക്കവാറുമുള്ള കുടുംബങ്ങളിലൊക്കെ എത്തുകയും നമ്മുടെ കുടുംബങ്ങളിലെ ജൂബിലി, വിവാഹം അവസരങ്ങളിലൊക്കെ പിതാവ് നേരിട്ടെത്തി. ആരോഗ്യം പരിഗണിക്കാതെ അവസാന നാളുകളിൽ വരെ എത്തി. പിതാവ് മരണപ്പെടുന്നതിന് ഏതാനും മാസം മുമ്പ് നമുക്കിവിടെ തൃശ്ശൂരെത്തി. രോഗാവസ്ഥയിലായി പിതാവിനെ നേരിട്ട് കാണുവാനുമൊക്കെ നമ്മുടെ ഭൂരിപക്ഷം പേർക്കും സാധിച്ചിട്ടുണ്ട്. ഈ അവസരത്തിൽ പിതാവിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ സത്യാസാദ് പിതാവിനെ കുറിച്ചുള്ള കൂടുതൽ ഓർമ്മകൾ മുഴുവൻ പങ്കുവയ്ക്കും. പ്രിയപ്പെട്ട തൂങ്കുഴി കുടുംബാംഗങ്ങളെ, ക്രിസ്തുദാസ് സിസ്റ്റേഴ്സ്, നമ്മുടെ
എനിക്ക് ഒരുപാട് പിതാവുമായി ഒരുപാട് അനുഭവങ്ങളുണ്ടെങ്കിൽ അതിൽ 1-2 കാര്യങ്ങൾ മാത്രം ഇവിടെ അനുസ്മരിച്ചു ഞാൻ നോക്കുകയാണ്. പിതാവിൻ്റെ ജീവിതം പ്രാർത്ഥനാ ജീവിതമായിരുന്നു എന്നെല്ലാവർക്കും അറിയാം. എനിക്ക് പലപ്പോഴും പിതാവിൻ്റെ പ്രാർത്ഥന, അതായത് ഞാൻ വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം നടക്കാനൊക്കെ ഇറങ്ങുമ്പോൾ വൈകുന്നേരം നല്ല സ്പീഡിൽ മുറ്റത്തൂടിയൊക്കെ നടക്കും. റോഡിലൂടെ പോവുകയില്ല, മുറ്റത്തൂടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ കൊന്ത കൈ പിടിച്ചുകൊണ്ടാണ് പിതാവ് കൊന്ത ജപിക്കൊണ്ടാണ് നടക്കുന്നത്. ഈ കർദിനാൾ ലൂർദ് സ്വാമി താമരശ്ശേരി രൂപത സ്ഥാപിതമായി കഴിഞ്ഞ് സന്ദർശനത്തിന് വന്നായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഒരു 45 വർഷങ്ങൾക്ക് മുമ്പ് പിതാവായി കഴിഞ്ഞ ഉടനെയാണ്. അപ്പം ലൂർദ് സ്വാമി വന്നു. അവിടെ താമരശ്ശേരി രൂപത സന്ദർശിക്കാമെന്നാണ്. രൂപതയിൽ അന്ന് വലിയ മങ്കുഴിക്കൽ പിതാവാണ് അന്നത്തെ പിതാവ്. രൂപതയിൽ വീട്ടിൽ കർദിനാളിനെ കിടത്താൻ മാത്രം സൗകര്യമുള്ളതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ തറവാട്ടിൽ തൂങ്ങി തറവാട്ടിൽ കിടക്കാമെന്ന് നമ്മുടെ പിതാവ് പറഞ്ഞു. അങ്ങനെ ലൂർദ് സ്വാമി നമ്മുടെ വീട്ടിൽ വന്ന് കിടന്നു. അപ്പം കുറച്ച് നേരം അത്താഴമൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥനയാണ്, ഇംഗ്ലീഷിലാണ് പ്രാർത്ഥന. അങ്ങനെ പ്രാർത്ഥനയെല്ലാം ചെയ്തുകഴിഞ്ഞ് എല്ലാവരും കിടക്കാനൊക്കെ പോയി. കിടക്കാൻ പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം ലൂർദ് സ്വാമി പള്ളിയിൽ, തിരുവമ്പാടി പള്ളിയിലെ കുർബാന ചെയ്യുന്ന കുർബാന മധ്യ ഇംഗ്ലീഷിലാണ്. മധ്യ ഇങ്ങനെ പറഞ്ഞു, കുമ്പിൾ പിതാവ് വീട്ടിൽ ഞാൻ ആതിഥ്യം സ്വീകരിച്ചു. അവിടെ കിടന്നു. കുമ്പിൾ പിതാവിനെ രാവിലെ പള്ളിയിൽ കുളിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ റൂമിൽ അദ്ദേഹം പ്രാർത്ഥനയിലായിരുന്നു. ഹി വാസ് ഇൻ ഹിസ് എന്നാണ് കർദിനാളാണ് തിരുവമ്പാടി പള്ളിയിൽ പ്രസംഗിച്ചത്. അതായത് പ്രാർത്ഥനാ ജീവിതം. ആ പ്രാർത്ഥന കൊണ്ടായിരിക്കും നമ്മുടെയൊക്കെ കുടുംബമൊക്കെ ഇത്രയും മികവാണ് അല്ലെങ്കിൽ മെച്ചപ്പെട്ട് നിൽക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ അതാണ് പിതാവ്. വളരെ ശാന്തനാണ്, വളരെ സ്നേഹസ്വരൂപനാണ്. ഏതായാലും ക്രിസ്തുദാസി സിസ്റ്റേഴ്സിൻ്റെ ആഗ്രഹം പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വിശുദ്ധ ഭൗതിക ശരീരം ഇവിടെ തന്നെ വിജയം പ്രാപിച്ചിരിക്കുകയാണ്. പിതാവിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട്, പിതാവ് തീർച്ചയായിട്ടും ഒരു വിശുദ്ധനാണ്. നമ്മുടെ അൾത്താരിൽ വണങ്ങുന്ന ഒരു വിശുദ്ധനായിട്ട് മാറും. പക്ഷെ അത് എന്നാണ് എന്നറിയത്തില്ല. നമ്മുടെയൊക്കെ ആയുസ്സിൽ തന്നെ അത് കാണാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. അൾത്താരിൽ വണങ്ങുന്ന ഒരു വിശുദ്ധനായിട്ട് നമുക്കെല്ലാവർക്കും കാണാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. അടുത്തതായിട്ട് പിതാവിനോടൊപ്പം ദീർഘനാളായി സെക്രട്ടറിയായി പ്രവർത്തിക്കുകയും അവസാന നാളുകളിൽ പിതാവിനെ എന്ന പോലെ സ്വന്തത്തിന് പോലെ നോക്കി പരിപാലിക്കുകയും ചെയ്ത സിസ്റ്റർ ജെസി നമ്മളോട് സംസാരിക്കാൻ സ്നേഹമുള്ളവരെ, നമ്മളൊരു വിശുദ്ധൻ്റെ കല്ലറയ്ക്ക് ചുറ്റുമാണ് നമ്മൾ കൂടിയിരിക്കുന്നത്. ഒരു വിശുദ്ധൻ അന്തി ഉറങ്ങുന്ന ഇടം, ഒരു വിശുദ്ധൻ്റെ കുടുംബയോഗമാണ് ഇവിടെ നടക്കുന്നത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പിതാവിനെക്കുറിച്ച് അറിയാച്ചത് ജോലിച്ചേർന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എനിക്കും ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാനൊക്കെ. പക്ഷേ ഒരു 2 കാര്യം മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പിതാവ് തൃശ്ശൂരിലെ കൊഴിഞ്ഞോണിയ, അതായത് പ്രദേശത്തിൻ്റെ ഒരു കൂട്ടായ്മയുണ്ട്. അവർക്ക് ഒരു വർഷം പിതാവ് എഴുതിയ ഒരു മെസ്സേജിൽ ഒരു കഥ പറഞ്ഞു. പിതാവ് പറഞ്ഞത് പൊട്ട കഥയാണ് എന്ന് പറഞ്ഞിട്ട് പിതാവ് പറയുക. അത് 1 തൊട്ട് 9 വരെയുള്ള കുട്ടികളുടെ ഒരു മീറ്റിംഗ് നടക്കുക. അതിൽ 9 എന്ന സംഖ്യ എഴുന്നേറ്റ് നിന്നിട്ട് ആ മീറ്റിങ്ങിൽ 8-ന് ഒരു അടി കൊടുത്തു. അപ്പം
ചോദിച്ചു, നീ എങ്ങനെ എന്നെ അടിച്ചത്? അപ്പം പറഞ്ഞു, ഞാൻ ഇതിനേക്കാൾ വലുതായതുകൊണ്ടും വിലയുള്ളത് കൊണ്ടുമാണ്. അപ്പം 8 എഴുന്നേറ്റ് 7 അടി കൊടുത്തു. 7 6-നും 6 5-നും 5 4-നും 4 3-നും 3 2-നും 2 1-നും അടി കൊടുത്തു. എല്ലാവർക്കും ഒരേ ചോദ്യം ഉണ്ടായിരുന്നു, നീ എന്തിനാ എന്നെ അടിച്ചത്? എല്ലാവർക്കും ഒരേ ഉത്തരവുണ്ടായിരുന്നു, ഞാൻ നിന്നേക്കാൾ വലുതായതുകൊണ്ട്, വിലയുള്ളതായതുകൊണ്ട്. പിന്നെ അടുത്ത ഊഴം 1-ന്റെ ഊഴമാണ്. അപ്പം ഈ വേദന കൊണ്ട് മുടങ്ങുന്ന 1 ചിന്തിച്ചു, ഞാൻ ഈ അടി കൊടുക്കേണ്ടത് ഇനി 0-നാണ്. അപ്പൊ 0 എന്ത് ചെയ്യും? 1-ന്റെ ഹൃദയം അനുകമ്പ നിറഞ്ഞു. 1 പറഞ്ഞു, ഞാൻ 0-നെ അടിക്കില്ല. ഒരു വിലയില്ലാത്ത 0-നെ ഞാൻ എന്നോട് ചേർന്ന് നിർത്തും, ഇല്ലെങ്കിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. അങ്ങനെ 1 0-നെ ചേർത്ത് പിടിച്ചു. അപ്പോൾ 1-ന്റെ വില എല്ലാവരേക്കാൾ വലുതായി, അത് 10-ആയി. ഒരു വിലയില്ലാതിരുന്ന 0-ന് നല്ല വിലയായി. ഇതാണ് തൂങ്ങെഴുത്തുകാരൻ ചെയ്തത് എന്ന് ഞാൻ പറയും. ഒരു വിലയുമില്ലാതെ എല്ലാവരുടെ മുമ്പിൽ തള്ളപ്പെട്ട ഒരു ആൾക്കാരുടെ ചേർത്ത് പിടിക്കാൻ അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ ഹോമോഗ്രാം. പിതാവ് മരിച്ചു എന്ന് പറയണോ എന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടം പരിശുദ്ധ അമ്മ പിതാവിനെ കൂട്ടിക്കൊണ്ടുപോയി എന്ന് പറയാനാണ് എനിക്കിഷ്ടം. 2023 പിതാവ് അമേരിക്കയിൽ, യൂറോപ്പ്, ജർമ്മനി, ഇറ്റലിയൊക്കെ സന്ദർശിച്ചിരുന്നു. അപ്പം മിലാനിൽ ഞങ്ങളെല്ലാവരും ഒന്നിച്ചു കൂടിയപ്പോൾ പിതാവ് പറഞ്ഞു, ഇനി എനിക്കൊരു 2 വർഷം കൂടിയേ ഉള്ളൂ. പക്ഷേ എനിക്കിപ്പോൾ ആരോഗ്യത്തിനൊരു പ്രശ്നമൊന്നും തോന്നാത്തതുകൊണ്ടായിരിക്കാം എനിക്ക് മരണത്തെക്കുറിച്ച് അങ്ങനെ ഒരു ചിന്തയൊന്നും എനിക്ക് വരുന്നില്ല. പക്ഷെ ഞാൻ മരണത്തിന് ഒരുങ്ങണം. എന്നിട്ട് ഉടനെ പിതാവ് പറഞ്ഞു, എൻ്റെ മരണം വളരെ ശാന്തമായിരിക്കും. അപ്പോൾ അത് കേട്ടിട്ടും എനിക്കൊരു ടെൻഷനായി. ഞാൻ വളരെ ശാന്തമായിരിക്കും പറഞ്ഞപ്പം വല്ല ഉറക്കത്തിലെങ്ങാനും മരിച്ചു പോകുമോ, അല്ലെങ്കിൽ വെറുതെ ഒരു രോഗത്തിൻ്റെ ഒരു ലക്ഷണമൊന്നും കാണിക്കാൻ അല്ലെങ്കിൽ മരിച്ചു പോകുമോ എന്നുള്ളൊരു ചിന്തയായിരുന്നു. കുറേ നാളത്തേക്ക് ഞാൻ അതിനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഉറക്കത്തിൽ ഇങ്ങനെ മുറിയുന്ന അനക്കമൊന്നും കേട്ടിട്ട് ഞാൻ ഇടയ്ക്ക് പോയി വിളിക്കുമായിരുന്നു. എന്താ പിതാവിനെ പറയുകയും ചെയ്തിട്ടുണ്ട്. അതിനിപ്പോൾ പറഞ്ഞാൽ കുറേ കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലങ്ങനെയാണ്. കുറേ കഴിയുമ്പോൾ ഞാൻ ആ കാര്യം മറന്നുപോയി. പിന്നെ മരണശേഷം എനിക്കറിയാം പിതാവിൻ്റെ മരണം വളരെ ശാന്തമായിരുന്നു. മാതാവിൻ്റെ ദർശനമുള്ള ഒരു പയ്യൻ പറഞ്ഞിരുന്നു, പിതാവിനോട് പറഞ്ഞു, പിതാവിൻ്റെ മരണസമയത്ത് പരിശുദ്ധ അമ്മ പിതാവിൻ്റെ അടുത്ത് വരും, അമ്മയാണ് പിതാവിനെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നത് എന്ന്. അപ്പം ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, പിതാവ് മരിക്കുമ്പോഴും വളരെ ശാന്തമായി മരിക്കുമ്പോഴും പിതാവ് പറഞ്ഞ കാര്യം ഞാൻ ഓർത്തില്ല. പിന്നെ മാതാവ് കൂട്ടിക്കൊണ്ട് പോയല്ലോ ആ ഒരു ചിന്തയായിരുന്നു. അതിനുശേഷം 1 മാസം കഴിഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ വെറുതെ പിന്നെ എൻ്റെ വോയിസ് ക്ലിപ്പ് ഇങ്ങനെ കേട്ടപ്പോൾ അതിനകത്ത് പിതാവ് പറഞ്ഞിരിക്കുക, എൻ്റെ മരണം വളരെ ശാന്തമായിരിക്കും. 2023 പറഞ്ഞു, ഞാൻ ഇനി എനിക്കൊരു 2 വർഷം കൂടി കൊണ്ടുവരുന്നു. അപ്പം പിതാവ് അങ്ങനെ പിതാവ് അന്നേരത്തൊക്കെ ഒരുങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുങ്ങി പരിശുദ്ധ അമ്മ പിതാവിനെ കൂട്ടിക്കൊണ്ടുപോയി. പിന്നെ അവസാനം പിതാവ് എന്നോട് പറഞ്ഞു, ഞാൻ മരിക്കുമ്പം എല്ലാവരും പറയും ഞാനൊരു വിശുദ്ധനാണ്, എന്നിട്ട് ആരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കില്ല. അങ്ങനെ ഞാൻ കാലാകാലം ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരോടും പറയണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന്. അപ്പം നമുക്ക് പിതാവ് വിശുദ്ധനായിരുന്നു, വിശുദ്ധമായ ജീവിതം നയിച്ചു എന്ന് പറയുമ്പോഴും തിരുസഭ നമ്മളോട് പറയുന്നത് പേര് വിളിക്കുന്നത് വരെ മരിച്ചവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. അപ്പം പിതാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി തുമ്പുഴി കുടുംബത്തിലും ഞങ്ങൾക്കും വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ ഇനി എല്ലാവരും ചോദിക്കും, നിങ്ങൾ തുമ്പുഴി പിതാവിൻ്റെ ആരാണെന്ന് നിങ്ങളോട് ചോദിക്കും. ഞങ്ങളോട് ചോദിക്കും, പിതാവല്ലേ നിങ്ങളുടെ അപ്പൻ? അപ്പം നമ്മളെല്ലാം ഒരേ കുടുംബത്തിൽപ്പെട്ടവരാണ്. നമുക്ക് പിതാവിൻ്റെ ജീവിതപാത നമുക്കും തുടരാം. പിതാവ് ഓരോന്നും ചെയ്യുമ്പോഴും പിതാവിന് ഒറ്റയൊരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, താൻ
കണ്ടുമുട്ടുന്നവരിൽ എൻ്റെ അടുത്ത് വരുന്നവരിൽ ക്രിസ്തു രൂപപ്പെടണം. പിതാവ് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ശുശ്രൂഷ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലെ പിതാവിൻ്റെ ഉദ്ദേശം ഇതായിരുന്നു, അവരിന് ക്രിസ്തു രൂപപ്പെടണം. അപ്പം നമ്മുടെ ശുശ്രൂഷകളും ഇനി പിതാവിൻ്റെ ആ മോട്ടം ജീവിക്കേണ്ടത് നമ്മളാണ്. അപ്പം നമുക്ക് അതിന് ഇടയാകട്ടെ. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും കുടുംബയോഗത്തിൻ്റെ നല്ല ദിനം, നല്ല മണിക്കൂറുകൾ ആശംസിക്കുന്നു. പിതാവിൻ്റെ കുടുംബം വിശുദ്ധിയുള്ള കുടുംബാംഗങ്ങൾ എന്ന് അറിയപ്പെടുവാൻ തമ്പുരാൻ ഇടയാകട്ടെ. പിതാവിൻ്റെ മാധ്യസ്ഥം തേടാം. അതോടൊപ്പം പിതാവ് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാൻ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. പിതാവിനൊക്കെ പറഞ്ഞു വെച്ചുകൊണ്ട് എല്ലാവരും പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ നന്മകളും ദൈവാനുഗ്രഹങ്ങളും നേരുന്നു. താങ്ക് യു. അടുത്തതായിട്ട് നമ്മുടെ പിതാവിൻ്റെ സഹോദരി സിസ്റ്റർ ബിറ്റുലയുടെ ഏതാനും വാക്കുകൾ സംസാരിക്കണം. പുള്ളിക്കാരൻ പറഞ്ഞ് എന്നോട് എന്തെങ്കിലും പറയണമെന്ന് കേട്ടാവും. എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിഞ്ഞൂടെ. എപ്പോഴാണ് എനിക്ക് ജോലി എന്നോട് പറഞ്ഞത് എന്തെങ്കിലും പിതാവിനെ പറയണമെന്ന്. ഞാൻ എന്തെങ്കിലും പറയാൻ പാടില്ല. നിങ്ങളെപ്പോൾ വലിയ തിയോളജിക്കൽ ദൈവശാസ്ത്രങ്ങളൊന്നും പറയാൻ എനിക്കില്ല പിതാവിനെക്കുറിച്ച്. അങ്ങനെ ചെറുപ്പകാലങ്ങളിലെല്ലാം ഞാനും പിതാവിൻ്റെ ചേട്ടനും കുഞ്ഞേട്ടനാണ്. ഞങ്ങൾ കുഞ്ഞാണ് ചെയ്തത്. മാത്യു പുള്ളിക്കാരൻ ഭരിച്ചിട്ട് 20 കൊല്ലമായി. ഞങ്ങൾ കൊണ്ടുകൂടെ എപ്പോഴും സംഘടനയായിരുന്നു നടക്കുമായിരുന്നു. ചേട്ടനും പിതാവ് ഞാനും ചാക്കോച്ചൻ നടത്തില്ല. ചിലപ്പോൾ ചാക്കോട് ദേഷ്യം ചാക്കോട് വിളിക്കും. ഏതൊക്കെയാണ് പിതാവിനൊരു നിഷ്കളങ്കധികം മറ്റുള്ളവരുടെ സ്നേഹം ദൈവം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് പിതാവ് തീർച്ചയായിട്ടും ഭയങ്കര നിഷ്കളങ്കനായിരുന്നു. എല്ലാ കാര്യത്തിലും ഭയങ്കര നിഷ്കളങ്കനായിരുന്നു. ഒരു കാര്യത്തിലും ഒരു ഡബിൾ ആയിട്ടുള്ള വേറൊരു വിചാരമില്ല. ആരെയും പോകാൻ പറഞ്ഞാൽ പോകുക, വരിക്കാൻ പറ്റില്ല. അത് പ്രത്യേകിച്ച് ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം അമ്മയുടെ വീട്ടിൽ പോകാനായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. അപ്പോൾ എല്ലാവരും രാത്രി പെരുന്നാളുണ്ട്. എല്ലാവരും കൂടെ പോകുമ്പോൾ ഞങ്ങൾ പറഞ്ഞ് അമ്മയെ ഞങ്ങൾ പൊക്കോട്ടെ. എന്നിട്ട് ഞങ്ങൾ പോയിട്ട് അമ്മയുടെ വീട് അവിടെ എൻ്റെ അടുത്താണ്. രാത്രി പെരുന്നാൾ ആ പള്ളിയിലേക്ക് അടുത്തായിരുന്നു അമ്മയുടെ വീട്. ഞങ്ങൾ പൊക്കോട്ടെ. ഞാനും എൻ്റെ എനിക്ക് ഇതാവുന്നത് ഞങ്ങൾ കൂടുതലും ചോദിച്ചു. അമ്മ എല്ലാം ദേഷ്യപ്പെട്ട് നിങ്ങൾ കുറുക്കാൻ പോകുന്നു പറഞ്ഞു. അമ്മ ദേഷ്യപ്പെട്ട് പറഞ്ഞതാണ്. അപ്പം പിതാവ് നേരായിട്ട് പഠിച്ചിട്ട് പറഞ്ഞതാണ്. അത്ര നിഷ്കളനാണ് പിതാവ്. എന്താ പറഞ്ഞാൽ ഒരു വേറൊരു വിചാരമില്ല, വേറൊരു മീനിങ് അതിനുണ്ടെന്നുള്ളത് പിതാവിന് അറിയില്ല. ഭയങ്കര നിഷ്കളനായിരുന്നു എല്ലാവരും. പിതാവിനെ കുറിച്ച് ഓർമ്മമാണ് പിതാവിൻ്റെ മാതാവിനോട് ഭക്തി പിന്നെ കുറേ പുസ്തകങ്ങൾ കുട്ടികളൊക്കെ വേറെ കളിച്ചുകൊണ്ട് പക്ഷേ എല്ലാം പറയാനിട്ട് സഭയില്ലാത്ത എല്ലാം സ്നേഹം നിറഞ്ഞ കുടുംബാംഗങ്ങളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരും, ഒത്തിരിയേറെ സന്തോഷമുണ്ട് കുടുംബാംഗങ്ങളെ എല്ലാവരും ഒരുമിച്ച് കാണാൻ സാധിച്ചു. പ്രത്യേകിച്ച് പിതാവിൻ്റെ സാന്നിധ്യത്തിൽ പിതാവ് സ്വർഗത്തിലിരുന്ന് സന്തോഷിക്കുന്നുണ്ടായിരുന്നു. കാരണം നമ്മുടെയൊക്കെ സന്തോഷമാണ് പിതാവിൻ്റെ സന്തോഷം എന്ന് ഞങ്ങളെല്ലാവരും സൂചിപ്പിച്ചായിരുന്നു. ഇവിടെ കൂടി പിതാവിനെ കുറിച്ച് പറഞ്ഞപ്പോഴെല്ലാം ഒത്തിരിയേറെ അനുഭവമുണ്ട്. എന്നെ സംബന്ധിച്ച് ഏകദേശം 4-5 വർഷമായിരുന്നു പിതാവിനെ കണ്ട് പരിചയമുള്ളത്. പട്ടത്തോടു കൂടിയാണ് പിതാവിനോടൊപ്പം കാണുവാനിടയായത്, അതുപോലെ തന്നെ പരിചയപ്പെടാൻ ഇടയായതൊക്കെ. ഞാൻ ഓർമ്മ പിതാവിനെ ഏറ്റവും ആദ്യമായിട്ട് പിതാക്കന്മാരെ കാണുക എന്ന് പറഞ്ഞാൽ അച്ഛന്മാരെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പേടി സ്വപ്നമായിരുന്നു. എന്ത് പറയും, എന്ത് കാണുന്നുള്ളത് സാധാരണക്കാർക്ക് എപ്പോഴും വിചാരിച്ചിട്ടായിരുന്നു. പക്ഷേ അച്ഛന്മാരെയൊക്കെ സംബന്ധിച്ച് നമ്മൾ പിതാവിനെ ചിന്തിക്കും, എന്ത് പറയും, എന്ത് ഉപദേശം നൽകും, ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലുള്ള ചിന്ത. പിതാവിനെ കാണാൻ വേണ്ടി മനസ്സിലായി ഏറ്റവും ആദ്യം അപ്പോയിൻമെൻറ്റ് എടുത്തതിന് ശേഷം ഞാൻ പെട്ടെന്ന് മുമ്പ് വരുവാണ്. അപ്പോൾ പിതാവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ നേരത്തെ അറിയാമെന്ന് ചെമ്മാച്ചൻ ജോബിൽ വരുമെന്ന് സിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓടി വന്ന് പിതാവാണ് സ്വീകരിച്ച് ഏറ്റവും ആദ്യമേ. എന്നിട്ട് കെട്ടിപ്പിടിച്ച് സംസാരിച്ച് എവിടെ കാണാൻ, ഏത് സഭയാണ്. അപ്പോൾ ഞാനായിരിക്കുന്ന സഭ ടിയോവാൻ ഫ്രാൻസിസ്കൻ 3-ാം സഭ 3rd ഓർഡർ സെൻറ്റ് ഫ്രാൻസിസ് അസീസിയാണ്.
അപ്പം പിതാവ് ഈ ജിയോവാണ് എന്ന് പറഞ്ഞാൽ മാനന്തവാടി പിതാവായതിനു ശേഷം ഏറ്റവും ആദ്യമേ ഇടവകകൾ നൽകിയത് ഞങ്ങളുടെ സഭയ്ക്കാണ്. ഏകദേശം ഒരു 13ഓളം ഇടവകകളാണ് അഭിമന്യ പിതാവ് ജിയോവ സഭയ്ക്ക് നോക്കുവാൻ വേണ്ടി നൽകിയത്. അതിൽ ഇന്നും 3-4 സഭ പിതാവ് ഞങ്ങളുടെ പേരിൽ സ്വന്തമായിട്ട് എഴുതി തന്നിട്ടുണ്ട്. സാധാരണ രൂപതക്കാരെ സംബന്ധിച്ച് അവർ സന്യാസഭകൾക്ക് സഭ എഴുതി കൊടുക്കാറില്ല, പള്ളി എഴുതി കൊടുക്കാറില്ല. എന്ന് പറഞ്ഞാൽ ആജീവനാന്ത കാലം നിങ്ങൾ പള്ളി നോക്കാറില്ല. 15 വർഷം, 20 വർഷം, 25 വർഷത്തേക്ക് അഭിമന്യ പിതാവ് ജിയോവ സഭയ്ക്ക് വേണ്ടി ഏകദേശം 4 പള്ളികളോളം ആജീവനാന്ത കാലം എഴുതി തന്നു എന്നുള്ളതാണ്. അത് പിതാവിൻ്റെ ഒരു സ്നേഹമാണ്. ഞങ്ങളുടെ സഭ മൊത്തം ഇന്നും അനുസ്മരിക്കുന്ന ഒരു കാര്യമാണ്. അതിലുപരിയായിട്ട് ഞാൻ തൃശ്ശൂരായിട്ട് കൊച്ചനായിട്ട് ഒരു വർഷം ഉണ്ടായിരുന്നത്. അപ്പം പിതാവിനെ ഇടയ്ക്ക് കാണാൻ വേണ്ടി വരുവാണെങ്കിൽ ഇപ്പോഴും പിതാവ് സ്നേഹത്തോടെയും ഇപ്പോഴും സ്വീകരിക്കുകയും എല്ലാ കാര്യങ്ങളും എത്തിച്ചു. പിന്നെ തൂങ്കുഴിയാണെന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ബഹുമാനം വേറെ ഒന്നാണ്. അത് നിങ്ങൾക്ക് പറഞ്ഞറിയാൻ സാധിക്കില്ല. അച്ഛൻ തൂങ്കുഴിയാണെന്ന് പറയുമ്പോൾ പിതാവ് ഏറ്റവും ആദ്യമേ ചോദിക്കുന്ന ഒരു കാര്യം പിതാവിൻ്റെ ആരാണെന്നുള്ളതാണ്. അപ്പം ഒത്തിരിയേറെ സന്തോഷമുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ്. സ്നേഹം പറഞ്ഞവരെ, ഒത്തിരി സന്തോഷമുണ്ട് പിതാവിൻ്റെ ഈ സന്നിധിയിൽ നമ്മളായിരിക്കുക എന്നുള്ളത്. കുടുംബാംഗങ്ങളെല്ലാം തീർച്ചയായിട്ടും നമ്മൾ ആത്മാർത്ഥമായിട്ട് ഈ കുടുംബ കൂട്ടായ്മ പിതാവിൻ്റെ സാന്നിധ്യത്തിൽ വീണ്ടും നമ്മൾ തുടരും. ആ പ്രാർത്ഥനയും ഈ ഒരുമിച്ച് കൂടുതലും സ്നേഹത്തിൻ്റെയും അതുപോലെ തന്നെ സഹോദരത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയൊക്കെ മനോഭാവങ്ങൾ വീണ്ടും തുടർന്ന് പോകട്ടെ എന്നുള്ള ആശംസയും പ്രാർത്ഥനയോടെ ഈ അവസരത്തിൽ അതുപോലെ തന്നെ പിതാവ് വിശുദ്ധനായി കാണുവാൻ വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഒരിക്കലും സിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ പിതാവ് എന്നും വിശുദ്ധനായി കാണുവാൻ വേണ്ടി നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ വേണ്ടി അത് നമ്മൾ ആഗ്രഹിക്കാൻ മാത്രം പോരാ, നിരന്തര പ്രാർത്ഥന ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഒത്തിരിയേറെ തടസ്സങ്ങളുണ്ട്, അതിനൊക്കെ നമുക്കറിയാം. ഒരു പിതാവ് വിശുദ്ധനായി കാണുക എന്നുള്ളത് നമുക്ക് ഇന്ന് ആഗ്രഹിച്ചാൽ നാളെ സംഭവിക്കുന്ന കാര്യമല്ല, മറിച്ച് ഒത്തിരിയേറെ ദൈവിക ഇടപെടലുകൾ ആവശ്യമുണ്ട്, സഭയുടെ ഇടപെടൽ ആവശ്യമുണ്ട്. അപ്പോൾ അതൊക്കെ സംഭവിക്കാൻ വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതിനുശേഷം ഏറ്റവും അവസാനത്തെ അച്ഛൻ ദീപകച്ചനാണെന്ന് സൂചിപ്പിച്ചു. വീണ്ടും അച്ഛന്മാരായിട്ട് എനിക്ക് തോന്നുന്നതിന് ഈ ആരോഗ്യം ഉണ്ടെന്ന് 1-2 പേരൊക്കെ മാത്രമേ ഫോർമേഷനിൽ ഉള്ളൂ. വീണ്ടും തുടർന്ന് ധാരാളമായിട്ട് വൈദികരായിട്ട് ഇങ്ങനെ സഭയൊക്കെ നമ്മുടെ ഒരു കുർബാന അർപ്പിക്കാനും നമ്മുടെ കുടുംബയോഗത്തിൽ കുർബാന അർപ്പിക്കുവാനും നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒക്കെ ഓടി വരുവാൻ വേണ്ടി അച്ഛന്മാരൊക്കെ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്നുള്ളതാണ്. അതിനാൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ധാരാളം ദൈവവിളികൾ ഇനി ഉണ്ടാകട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയും ഈ അവസരത്തിലുണ്ട്. അതുപോലെ തന്നെ നമുക്കെല്ലാവരും ഒരിക്കൽ കൂടി പിതാവിൻ്റെ മാധ്യസ്ഥതയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഒത്തിരി നന്ദിയോടെ ജോബിനസിനെ ഓർക്കുന്നു. കഴിഞ്ഞ ഉദ്യോഗത്തിലും നമുക്ക് നമ്മുടെ അച്ഛന്മാരെല്ലാം തന്നെ വിദേശങ്ങളിലൊക്കെയാണ്. ജോമനച്ഛൻ്റെ റോമിലുണ്ട്, അത് ഡോമിനിക്കച്ഛൻ അയർലൻഡിലാണ്, ദീപക്കച്ഛനാണെങ്കിൽ പഞ്ചാബിലാണ്. അപ്പോൾ ഇപ്പോഴും നമുക്ക് ആവശ്യമായിട്ടുള്ളത് ജോബിനച്ഛനാണ്. അച്ഛനെ ബാംഗ്ലൂരിൽ നിന്ന് ഇതിനു വേണ്ടി തന്നെ ഇന്നലെ രാത്രി പുറപ്പെട്ടു വന്നു. ഇനിയിപ്പം അച്ഛൻ തിരിച്ചു പോവുകയാണ്. അച്ഛനെ ഞങ്ങളെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. പിതാവിൻ്റെ ഒരു ശ്രാദ്ധം എന്നുള്ള രീതിയിലാണ് നമ്മളിത് ഇന്നത്തെ സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ഇനി തുടർന്ന് ഇവിടുത്തെ ഹോം ഗൗരിയ ദേവാസികളോടൊപ്പം ഭക്ഷണം കഴിക്കുക, ചായ കുടിച്ച ഹോളിലേക്ക് പോയി അവരോടൊപ്പം നമുക്ക് ഭക്ഷണം കഴിക്കും. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടു, ഈ വചനം ഇട്ടപ്പോൾ 25,000 പേരാണ് ഈ വചനം കണ്ടത്. അപ്പം ഓരോ വചനത്തിനാണ് ശക്തി ഇല്ലാത്ത വചനമാണ് സ്ഥിരമായിട്ടുള്ളത്, ബാക്കിയെല്ലാം മാറ്റപ്പെടും. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് 1 ലൈഫ് 1 ഇൻവെസ്റ്റ് എന്ന് സാധിക്കുന്നവർക്കൊന്ന് വീഡിയോ യൂട്യൂബിൽ നോക്കുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. 1 ലൈഫ് എന്നടിച്ചിട്ട് 1 ഇൻവെസ്റ്റ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്തട്ടെ. അപ്പം എല്ലാവരും നമുക്കോട്ട് പ്രാർത്ഥിക്കണം. ഈ ഹെഡ്മാൻ മിനിസ്ട്രിയുടെ ഈ വചന പ്രഘോഷണം ഞങ്ങളെല്ലാം മറ്റു ജില്ലകളിലേക്കൂടെ വ്യാപിക്കാൻ നോക്കുകയാണ്. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കണം. എല്ലാവരും യേശു സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. നമ്മുടെ സെൻറ് തോമസ് അക്കാദമി ഫോർ റിസർച്ച് ആൻഡ് ട്രെയിനിങ് സ്റ്റാഫിലെ ഡയറക്ടർ എത്തിയിട്ടുണ്ട്. നമുക്ക് അച്ഛനെ ആദരപൂർവ്വം കൈയടിച്ച് സ്വാഗതം ചെയ്യാൻ സ്റ്റേജിലേക്ക്. അതോടൊപ്പം അധ്യക്ഷനാകേണ്ട ഡോക്ടർ ജെയിംസ് മാത്യു, അതുപോലെ സ്വാഗതം പറയേണ്ട ചെറിയ സാറ്,
സിസ്റ്റർ ടീന കുന്നൽ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സിസ്റ്റർ ഭാഗത്തുണ്ട് ഈ അവസരത്തിലൂടെ സ്റ്റേജിലേക്ക് നമുക്ക് ആരംഭിക്കാം. ഭാഷ ഉപയോഗം ആരംഭിക്കാം. കുടുംബത്തിൻ്റെ 99-ാം ഭാഷ പൊതുസമ്മേളനത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇതിനായിട്ട് ഈശ്വര പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് സിരി ഇന്ത്യയിലേക്ക് നമ്മുടെ യോഗത്തിൻ്റെ അധ്യക്ഷനായ ഡോക്ടർ ജെയിംസ് മാത്യു, അദ്ദേഹം നമ്മുടെ കുടുംബയോഗത്തിൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. അതുപോലെ തന്നെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന ഫാദർ സുബിൻ കിഴക്കേ വീട്ടിൽ, റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന സെക്രട്ടറി മാത്യു സക്കറിയ, ആശംസകൾ അർപ്പിക്കാൻ വിളിച്ചേർന്ന ടീന മദർ, വാനി സിസ്റ്റർ, ജെസി സിസ്റ്റർ, ഔസേറ്റ് തോൽവി, ജോഷി, അതുപോലെ നന്ദി പറയുന്ന സിബി, പാർട്ടി, ഇവിടെയുള്ള പ്രിയപ്പെട്ട തോൽവി കുടുംബാംഗങ്ങളെ, നേരത്തെ കുർബാനയ്ക്ക് ശേഷം ചാപ്പലിൽ വെച്ച് എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇനി കൂടുതൽ അനുഭവം വിവരിച്ച് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നില്ല. ഞാൻ നേരെ എൻ്റെ കർമ്മയിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ നമ്മുടെ വൈസ് പ്രസിഡന്റുമായ ഡോക്ടർ ജെയിംസ് മാത്യു തോൽവി വളരെ കഷ്ടപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നടക്കുവാനൊക്കെ അല്പം ബുദ്ധിമുട്ടുണ്ട്. എന്നിട്ടും ഈ പരിമിതികളെല്ലാം മാറ്റിവെച്ച് നമ്മുടെ ഈ കുടുംബത്തോടുള്ള സ്നേഹം കൊണ്ട് ഇവിടെ എത്തിച്ചേരുകയും അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുകയും അധ്യക്ഷ പ്രസംഗം നടത്താൻ സമ്മതിക്കുകയും ചെയ്ത ഡോക്ടർ ജെയിംസ് മാത്യുവിനെ ഈ യോഗത്തിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യാമെന്ന് സമ്മതിച്ച സുബിൻ കിഴക്കേ വീട്ടിൽ അച്ഛനെ പ്രത്യേകം ഞാൻ ഓർക്കുകയാണ്. കാരണം ഞങ്ങൾ തമ്മിലൊരു ചെറിയ അടുപ്പമുണ്ട്. അച്ഛൻ്റെ ഫാദർ എൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ്. ഞങ്ങൾ തിരുവമ്പാടിയിൽ ഒരുമിച്ച് കളിച്ചു വളർന്ന കളിക്കൂട്ടുകാരാണ്. അപ്പം ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് സുബിൻ എൻ്റെ കൂട്ടുകാരൻ്റെ മകനാണ് എന്നറിയുന്നത്. അവിടെ 7ാം ക്ലാസ് വരെ സുബിനച്ഛന് തിരുവമ്പാടിയിൽ
കളിച്ചു. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ എനിക്ക് വലിയ ഓർമ്മയൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ അവർ താമസിക്കുന്നത് കല്ലാനോടാണെങ്കിലും അച്ഛനുമായിട്ട്, അച്ഛൻ്റെ കുടുംബവുമായിട്ട്, അച്ഛൻ്റെ ഗ്രാൻഡ് ഫാദറുമൊക്കെ ആയിട്ട് വലിയ കമ്പനിയായിരുന്നു. അപ്പം കുടുംബത്തോടെ എല്ലാം അറിയാവുന്ന അച്ഛൻ്റെ പാപ്പൻ രാജു ഇപ്പോഴും തിരുവമ്പാടിയിൽ തന്നെയാണ്. അപ്പോൾ അച്ഛനുമായിട്ട് ഒത്തിരി ബന്ധമുണ്ട്, പരിചയമുണ്ട്. ഞാനൊക്കെ ചെറുപ്പമായിരുന്ന കാലത്ത് അച്ഛൻ്റെ വീടിൻ്റെ മുന്നിൽ കൂടെയാണ് പുഴയിൽ കുളിക്കാനൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. കിഴക്കേ വീട്ടിൽ കുഞ്ഞുമോൻ എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഒഫീഷ്യൽ നെയിം എനിക്ക് അറിയത്തില്ല. അച്ഛൻ്റെ ചാച്ചൻ്റെ പേര് കുഞ്ഞുമോൻ എന്നാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ സ്റ്റാഫിൻ്റെ ഡയറക്ടർ കൂടിയാണ്. സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങാണ് സ്റ്റാഫ്. +2 കഴിഞ്ഞ കുട്ടികൾക്ക്, മികച്ച കുട്ടികൾക്ക് മികച്ച IAS IPS പരിശീലനം കൊടുക്കുന്ന സ്ഥാപനമാണ്. അതിൻ്റെ ഡയറക്ടറാണ് നമ്മുടെ സുബിൻ അച്ഛൻ. അപ്പോൾ അച്ഛനെ ഞാൻ ഈ യോഗത്തിലേക്ക് വളരെ ഹാർദവമായി സ്വാഗതം ചെയ്തു പോകുന്നു. ഈ കുടുംബയോഗത്തിൻ്റെ എല്ലാം ചുക്കാൻ പിടിക്കുകയും എല്ലാം നിയന്ത്രിക്കുകയും എല്ലാ കാര്യങ്ങളും നോക്കുകയും ചെയ്ത് നമ്മുടെ സെക്രട്ടറി മാത്യു സക്കറിയാസ് ജോണിയെ പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. അദ്ദേഹം ഒരാളാണ് ഈ കുടുംബയോഗം ഇപ്പോൾ ഈ വിധത്തിലെങ്കിലും കൊണ്ടു നടക്കുന്നത്. എല്ലാ ദിവസവും തന്നെ പലരെയും വിളിച്ച് ഈ കുടുംബയോഗം ഭംഗിയാക്കുവാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പം ഞാൻ പ്രത്യേകം അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കുടുംബയോഗത്തിന് വേണ്ടി അദ്ദേഹത്തെ ജോണിയെ സ്വാഗതം ചെയ്തു. ആശംസ അറിയിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ഈ ക്രിസ്തുദാസി സമൂഹത്തിൻ്റെ ജനറാളമ്മ ടീന മദർ, നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. നമ്മൾ ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ വെള്ളം കൊണ്ടുവന്ന് തന്ന ആരാണെന്ന് അറിയാവുന്നത് നമ്മുടെ ജനറാളമ്മയാണ്. അപ്പം നമ്മളെ തൂങ്കുഴി പിതാവിനോടുള്ള ആ സ്നേഹം നമ്മളെ തൂങ്കുഴി കുടുംബത്തോട് കാണിച്ചുകൊണ്ട് മദർ എപ്പോഴും ഓടി നടന്ന് ഒട്ടും വിശ്രമമില്ലാതെ ഫുൾ ടൈം ആ ഭക്ഷണം കഴിക്കുന്നതോടുകൂടി ഓടി നടക്കുകയായിരുന്നു. ടീനാമദറുമായിട്ട് എപ്പോഴും എന്തെങ്കിലും നമ്മൾ കാര്യം ഞാനൊക്കെ എന്തെങ്കിലും സംസാരിച്ചാൽ എന്ത് പ്രശ്നം വന്നാലും വളരെ പ്രശ്നം എല്ലാം പരിഹരിച്ച് സമാധാനത്തോടെയാണ് പോവുക. പ്രശ്നങ്ങളെല്ലാം പെട്ടെന്ന് തീർന്ന് സമാധാനത്തോടെ പോകും. ജനറാളമ്മ എനിക്ക് തോന്നുന്നത് 2 വർഷമായി ഒരു ജനറാളമ്മയായിട്ട് റാളമ്മയെയും ഈ കുടുംബ യോഗത്തിൻ്റെ കീഴിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നമ്മുടെ തൂങ്കുഴി കുടുംബത്തിലെ തന്നെ സിസ്റ്ററാണ്, സിസ്റ്റർ റാണിയമ്മ. റാണിയമ്മയെ എനിക്ക് നേരത്തെ പരിചയമുണ്ട്. അഗസ്ത്യൻകുഴി ഹോസ്പിറ്റലിൽ അഡ്മിനിസ്ട്രേറ്ററായി ഇരുന്ന കാലം തൊട്ട് പലപ്പോഴും റാണിയമ്മയെ ഞാൻ കാണുകയും സന്ദർശിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. റാണിയമ്മയെ ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ജെസ്സി സിസ്റ്റർ, നേരത്തെ ജെസ്സി സിസ്റ്ററിൻ്റെ അനുഭവം നമ്മൾ പറഞ്ഞു കേട്ടല്ലോ. ഏറ്റവും പിതാവുമായിട്ട് അവസാന നാളുകളിൽ വളരെ എനിക്ക് പറയാൻ വാക്കുകളില്ല. ജെസ്സി സിസ്റ്റർ നമ്മുടെ പിതാവിനെ ശുശ്രൂഷിച്ച പോലെ ഒരു മക്കളും അവരുടെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക അത്രയ്ക്ക് കാര്യമായിട്ടായിരുന്നു. ഏത് ചെറിയ പ്രശ്നങ്ങൾ പോലും പിതാവിനുണ്ടായ അന്നേരം അറിയും. അത്രയ്ക്കും ഗൗരവത്തോടെയാണ് നമ്മുടെ പിതാവിനെ നോക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തത്. പിതാവിൻ്റെ എനിക്ക് അവസാന കാലഘട്ടം വളരെ സുഖപ്രദമായിരിക്കുവാൻ ഒരു കാരണക്കാർക്ക് പ്രധാനമായിട്ടും നമ്മുടെ സിസ്റ്ററാണ്. ഡോക്ടർമാരൊക്കെ ഒത്തിരി പരിശോധിക്കുന്നു, അവരൊക്കെ വരുന്നു പോകുന്നു എങ്കിലും ഫുൾ ടൈം
24 മണിക്കൂർ ഉറക്കം ഒഴിച്ച് തന്നെ സിസ്റ്റർ നമ്മുടെ പിതാവിനെ ശുശ്രൂഷിച്ചു. നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മുടെ പിതാവിനെ ശുശ്രൂഷിച്ച സിസ്റ്ററിനെയും ഈ യോഗത്തിലേക്ക് വളരെ ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തത് തുമ്പിയിലുള്ള നമ്മുടെ ഔട്ട്സൈഡ് തുമ്പിയാണ്, ബാംഗ്ലൂരാണ്. അദ്ദേഹം ഇവിടെ സ്റ്റേജിൽ എത്തിക്കാറുണ്ട്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആശംസ അറിയിക്കുവാൻ ഈ വേദിയിൽ ജോഷി ചേട്ടന് ആശംസ അറിയിക്കാൻ അച്ഛനെ കൊണ്ടുപോയിടാവുന്നതാണ്. എത്തിച്ചേരും നമ്മുടെ മീറ്റിംഗ് അല്പസമയം കഴിയുമ്പോൾ എത്തിച്ചേരും. ജോഷി ചേട്ടനെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ യോഗത്തിൻ്റെ വൈസ് പ്രസിഡന്റ്, ഈ മലബാർ മേഖലയുടെ എല്ലാ കാര്യവും ശ്രദ്ധിക്കുന്ന നമ്മുടെ സിബിയെയും നന്ദി പ്രകാശിപ്പിക്കുന്ന സിബിയാണ്. സിബിയെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. യോഗം നിയന്ത്രിക്കുവാൻ അധ്യക്ഷനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നടത്തുന്നു. നന്ദി. അതിനായ സുരക്ഷ സഫീന, പ്രധാനി, ജെസ്സി, ജോസഫ് തുമ്പുഴി, ജോഷി, സ്ഥിതി തുമ്പുഴി, ഈ യോഗത്തിൻ്റെ മുഖ്യ സംഘാടകരായ പ്രയാസാറെ, പ്രിയ കുർബാനകളെ, നമ്മൾ എല്ലാ കൊല്ലവും സാധാരണ മെയ് മാസങ്ങളിലാണ് ദുർയോഗം കൂടാറുള്ളത്. വളരെ ഔപചാരികമായിട്ടാണ് നമ്മൾ ഇങ്ങനെയൊരു ദുർയോഗം കൂടേണ്ടി വന്നത്. പ്രധാന കാരണം നമ്മുടെ പ്രസിഡന്റ് അച്ഛൻ ഇവിടെ അഭിപ്രായം ഇങ്ങോട്ട് പറഞ്ഞു. അച്ഛൻ ഈ ജനുവരിയിൽ നാട്ടിൽ വരുന്നുണ്ട്. അച്ഛൻ വയനാട്ടിലാണ് നാട്ടിൽ വരുന്നുണ്ട്. അച്ഛൻ സൗകര്യാർത്ഥം ഒരു ദുർയോഗവും ഒരു അനുസ്മരണവും നടത്തിയാൽ കൊള്ളാമെന്ന് അച്ഛൻ ആവശ്യപ്പെട്ടതിൽ നമ്മളിങ്ങനെ ഒരു നീക്കം നടത്തിയത്. പക്ഷേ അച്ഛൻ ഔപചാരികമായിട്ട് വരാൻ സാധിച്ചില്ല. എങ്കിൽ നമ്മൾ ഈ മീറ്റിങ്ങുമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ 17-ാം തീയതി മീറ്റിംഗ് ഇവിടെ സംഘടിപ്പിക്കുന്നു. ഏതായാലും ഇന്ന് ഈ മീറ്റിങ്ങിന് ഉദ്ഘാടനം ചെയ്യാനായിട്ട് സുഗരിച്ചിനെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആശംസ അർപ്പിക്കാനായിട്ട് ടീന, ഞാനിവിടെ പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ വന്നപ്പോൾ മുതൽ ഞാൻ ചുമ്മാതെ ഒന്ന് ശ്രദ്ധിച്ചു. ഇവിടുത്തെ മതജാത ആരായിട്ട് എനിക്ക് ആരെ അറിയത്തില്ല. കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ എനിക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണ ഇടവുകൊണ്ട് നമ്മുടെ ഇടയിൽ ഇങ്ങനെ ഇടവഴി നടക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ആ കൃഷ്ണ ഐഡിയയിലേക്ക് എത്തി. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കൃഷ്ണ സയൻസും കെമിസ്ട്രി. അതായത് ഈ മീറ്റിങ്ങിൽ പ്രത്യേകതകളുണ്ട്. ഒന്ന്, നമ്മുടെ പിതാവില്ലാത്ത ഒരു ഉപയോഗം. നമുക്കറിയാം, പിതാവ് ബിഷപ്പ് ബിഷപ്പായതിനു ശേഷം എല്ലാ ഉപയോഗങ്ങളിലും സജീവമായി സംബന്ധിക്കുകയും കുർബാന അർപ്പിക്കുകയും നമുക്ക് പ്രാർത്ഥിക്കുകയും ആശംസകൾ സംസാരിക്കുകയും നമ്മളെ എല്ലാവരെയും മനസ്സിലാക്കുകയും ചെയ്യുന്ന പിതാവ് ഇത്തവണ നമ്മളോട് ഇല്ല. ആ പിതാവിൻ്റെ സ്മരണയ്ക്ക് മുന്നേ നമുക്ക് അതായത് അർപ്പിക്കാം. പിതാവ് നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ അവസാന നാളുകളിൽ പോലും പിതാവ് ഓൺലൈൻ ഉപയോഗം സമർപ്പിക്കുന്നു. ഫുൾ ടൈം ഉപയോഗങ്ങളിൽ സംബന്ധിക്കുന്നു. രാവിലെ വൈകുന്നേരം വരെ ഓൺലൈൻ കമ്പ്യൂട്ടറിന് മുന്നിൽ പിതാവ് ഇരിക്കുമായിരുന്നു. ഒരു തവണ ഇതുപോലെ തന്നെ ഇവിടെ ഈ വിഷുവിന് ഫുൾ ടൈം ഓൺലൈൻ മീറ്റിങ്ങിന് സംബന്ധിച്ചു. അതായത് പിതാവ് നമ്മളൊക്കെ ഇല്ല. ഒരിക്കൽ കൂടി പിതാവിന് അങ്ങനെ അർപ്പിക്കുകയാണ്. മറ്റു പ്രത്യേകത, നമ്മൾ ഉപയോഗം 1927 സ്ഥാപിച്ചതാണ്. ഇപ്പോൾ 100-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. 2027 ശതാബ്ദി ആഘോഷിക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെ ആരംഭമാണ് ഇവിടെ കുറിക്കുന്നത്. നമുക്കറിയാം, 1927 പൈകയിൽ
എളിയ തോതിൽ തുടങ്ങിയ ഒരു സംരംഭമാണ്, അല്ലെങ്കിൽ ഒരു ചെറിയ കൂട്ടായ്മയാണ് ഈ കുടുംബയോഗം. അന്ന് വാഹന സൗകര്യമോ മറ്റ് യാത്രാ സൗകര്യമോ അല്ലെങ്കിൽ ഈവൻ സമ്പർക്ക മാധ്യമം ഒന്നുമില്ലാത്ത കാലത്ത് നമ്മൾ പൂർവികർ ഒത്തുകൂടി പരസ്പര സഹകരണത്തിനും ഒക്കെ കൂടിയുണ്ടാക്കിയ പ്രസ്ഥാനമാണ് ഈ കുടുംബയോഗം. അത് നാളുകളായിട്ട് ഇങ്ങനെ കുതിച്ചും ഇഴച്ചും കടന്നു പോകുന്നു. ഇപ്പോൾ ഏകദേശം 500 കുടുംബങ്ങൾ ലോകത്തിൽ വിവിധ ഭാഗങ്ങളിലുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ പാലിത്യം അത് വെച്ച് നോക്കിക്കഴിയുമ്പോൾ വളരെ ശുഷ്കമാണ്. നമ്മൾ കുടുംബയോഗത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണ് പറയാതിരിക്കാൻ വയ്യ. കാരണം നമ്മളെപ്പോഴും സംബന്ധിക്കുന്ന കുറേ പേർ എപ്പോഴും എല്ലാ കൊല്ലവും ഉണ്ടാവും, സാമ്പത്തികമായ സഹകരണവും ഒക്കെ ഉണ്ടാവും. അല്ലാതെ ഈ മെയിൻ സ്ട്രീമിൽ വരാത്ത ഒത്തിരി പേര് ഉണ്ട്. അവരെ നമുക്ക് ഇങ്ങോട്ട് ഇത് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ പുതിയൊരു മാറ്റം കാണുന്നത് നിർമ്മാണ മേഖലയിൽ നിന്നും നല്ലൊരു സഹകരണം ഇപ്പോൾ കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും അതിന് CBA അനുവദിക്കാൻ വയ്യ ഈ സഹകരണം നൽകുന്നതിന്. നമുക്ക് ഇനിയൊരു ആവശ്യം എനിക്ക് അറിയിക്കാനുള്ളത്, നമ്മൾ കുടുംബത്തിൽപ്പെട്ട എല്ലാ മീറ്റിങ്ങുകളും പറയുന്നുണ്ട്, കുടുംബത്തിൽപ്പെട്ട പലർക്കും ചികിത്സ, വിവാഹം, ഭവനനിർമ്മാണം, പഠനം ഇങ്ങനെ കാര്യങ്ങൾക്ക് സാമ്പത്തിക സഹായം ആവശ്യമുള്ള ഒരുപാട് പേര് നമ്മുടെ കുടുംബത്തിലുണ്ട്. പലരും ആവശ്യപ്പെടുന്നില്ല എന്ന് മാത്രം ആവശ്യപ്പെടുന്നവരുമുണ്ട്. അവർക്ക് നല്ല സാമ്പത്തിക സഹായം ചെയ്യുന്നുണ്ട്, ചെറിയ തോതിൽ ചെയ്യുന്നുണ്ട്. അതൊരു കുറച്ചുകൂടി വിശ്വാസത്തോടെ ശ്രദ്ധിക്കാനൊക്കെ സ്കൂളിൽ തുക നമുക്ക് കൊടുക്കാൻ സാധിക്കും. എല്ലാവരും സഹകരിക്കണം. പിന്നെ മറ്റൊരു കാര്യം പറയാമെന്ന് ഞാൻ പറഞ്ഞ ജൂബിലി നമ്മുടെ ഒരു കുടുംബത്തിൻ്റെ പുസ്തകം നമുക്കുണ്ട്. ആ പുസ്തകം ഇറങ്ങി 20 വർഷത്തോളം മേലായി. നമ്മുടെ എല്ലാവരുടെയും ഡീറ്റെയിൽസോടെ പുസ്തകമാണ്. അതൊന്ന് അപ്ഡേറ്റ് ചെയ്യണം, അത് പുതിയ എഡിഷൻ ഇറക്കാനുള്ള ആഗ്രഹമുണ്ട്. അത് ഇപ്പോഴത്തെ കാലത്ത് ഡേറ്റ കളക്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. കാരണം വാട്സാപ്പും മറ്റ് മാധ്യമങ്ങളുള്ളതുകൊണ്ട് ഡേറ്റ കളക്ട് ചെയ്യാം. അത് ക്രോഡീകരിച്ച് പ്രിന്റ് ചെയ്യാനുള്ള നല്ലൊരു അധ്വാനമാണ്. അത് എല്ലാ ബ്രാഞ്ചസിൻ്റെയും ഓരോരുത്തരെ ചുമതലപ്പെടുത്തി അവരത് കളക്ട് ചെയ്യാമെങ്കിൽ വളരെ എളുപ്പമായി ഏതെങ്കിലും നന്നായിട്ട് ആലോചിക്കേണ്ടതായിട്ട് ഇരിക്കുന്നു. വളരെ ഒരു താല്പര്യം എനിക്കുണ്ട്. കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നമസ്കാരം. വാർഷിക പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനും മുഖ്യപ്രഭാഷണം നടത്തുന്നതിനുമായി ഡോക്ടർ ഫാദർ സുബിൻ അച്ഛനെ സ്വാഗതം. നമുക്കേവർക്കും ഏറ്റവും പ്രിയങ്കരനായ അഭിവന്ദ്യ ജേക്കബ് തുമ്പഴി പിതാവിൻ്റെ ദീപ്ത സ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ടിരിക്കാം. ക്രിസ്തുദാസി സന്യാസ സഭയുടെ സുപ്പീരിയർ ജനറൽ, ഏറ്റവും ബഹുമാനപ്പെട്ട സിസ്റ്റർ ടീന കുന്നേൽ, ഈ വാർഷിക പൊതുസമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ഡോക്ടർ ജെയിംസ് മാത്യു, ഈ സമ്മേളനത്തിന് സ്വാഗതം ആശംസിച്ച് സംസാരിച്ച ബഹുമാനപ്പെട്ട ശ്രീ സ്കറിയ തുമ്പുഴി, ഇനിയും റിപ്പോർട്ട് അവതരിപ്പിക്കുവാനായിട്ട് സെക്രട്ടറി ശ്രീ മാത്യു സക്കറിയാസ്, ബഹുമാനപ്പെട്ട സിസ്റ്റർ റാണി തുമ്പുഴി, സിസ്റ്റർ ജെസി SKD, ശ്രീ ഔസേപ്പ് തുമ്പുഴി, ശ്രീ ജോഷി തോമസ്,
അതുപോലെ കൃതജ്ഞത അർപ്പിച്ച് നമ്മളോട് സംസാരിക്കുന്ന ശ്രീ സിബി തൂങ്കുഴി, ഈ 99ാം കുടുംബയോഗത്തിൽ പങ്കാളികൾ ആയിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഒത്തിരിയേറെ സന്തോഷവും അതിലുപരി എൻ്റെ മനസ്സിൽ ഒരുപാട് നന്ദിയാണ് ഈ അവസരത്തിലുള്ളത്. ഈ ഒരു മനോഹര സംഗമത്തിന് സാക്ഷിയാകുവാനായിട്ട്, ഇത് ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് എന്നെ വിളിച്ചപ്പോൾ അത് വലിയ ഒരു പ്രിവിലേജ് ആയിട്ടാണ് എനിക്ക് തോന്നുക. അപ്പം അതുകൊണ്ട് ഈ അവസരത്തിൽ ഇതിൻ്റെ സംഘാടകരോടുള്ള കൃതജ്ഞത തുടക്കത്തിലെ ഞാൻ അറിയിക്കുകയാണ്. ആദ്യം എന്നെ ഫോൺ വിളിച്ചു ശ്രീ സിബി, അതിനുശേഷം കുറേ പേർ ഒരുമിച്ച് സ്റ്റാർട്ടിൽ വന്ന് ക്ഷണിച്ചു. അതിനുശേഷം എന്നോട് ഫോട്ടോയൊക്കെ ചോദിച്ചു. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഗ്രൂപ്പിൽ ഒക്കെ അത് പബ്ലിഷ് ചെയ്യുകയും, ഇന്ന് ഞാൻ ബിഷപ്സ് ഹൗസിൽ ചെന്നപ്പം സെമിനാറിലെ അച്ഛന്മാരൊക്കെ പറഞ്ഞു അവിടെ എന്തോ വലിയ പ്രോഗ്രാമൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ അതൊക്കെ അറിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് ഇത് വലിയ ഒരു കൂട്ടായ്മയാണ്, അല്ലെ? കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്നാ പറയുക. അപ്പൊ അതുകൊണ്ട് തൂങ്കുഴി കുടുംബം ഇമ്പമുള്ള ഒരു കുടുംബമാണ് എന്ന് നിങ്ങൾ ഓരോരുത്തരും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇതുപോലെ എല്ലാവരും ഒരുമിച്ച് കൂടുവാനായിട്ട് തിരുവിതാംകൂറിലുള്ളവരും മലബാറിലുള്ളവരും ഒക്കെ ആ ഒരു കൂട്ടായ്മയും ഒരുമയുമാണ് നിങ്ങളിവിടെ ഒരുമിച്ച് കൂട്ടിയിരിക്കുക. അപ്പൊ നമ്മൾ സർവശക്തനായ ദൈവത്തോട് നന്ദി പറയുന്നതോടൊപ്പം നിങ്ങളെല്ലാവരെയും ആത്മാർത്ഥമായിട്ട്, പ്രത്യേകിച്ച് ഇതിന്റെ നേതൃത്വത്തിലുള്ളവരെ അഭിനന്ദിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിവന്ദ്യ തൂങ്കുഴി പിതാവ് എത്രത്തോളം നിങ്ങളുടെ ഹൃദയത്തോട്, നിങ്ങളുടെ കുടുംബങ്ങളോട് എത്രയോ ഇടപഴകി, എത്രയോ അടുത്ത് ജീവിച്ചതാണ് എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അഭിവന്ദ്യ ജേക്കബ് തൂങ്കുഴി പിതാവിനെ കണ്ടിട്ട് ഒരു തവണയെങ്കിലും സംസാരിച്ചിട്ടുണ്ട് എങ്കിൽ അവരുടെയൊക്കെ ഹൃദയങ്ങളിൽ ഇടം നേടിയിട്ടുള്ള വലിയ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് അഭിവന്ദ്യ തൂങ്കുഴി പിതാവ്. മലബാറിന്റെ മോസസ് എന്ന് നമ്മൾ അഭിവന്ദ്യ വള്ളപ്പള്ളി പിതാവിനെ കുറിച്ച് നമ്മൾ പറയും. അതുപോലെ തന്നെ മലബാറിന്റെ ജോഷ്വായാണ് അഭിവന്ദ്യ തൂങ്കുഴി പിതാവ് എന്ന അഭിമാനത്തോടുകൂടെ മലബാർ ജനത ഒന്നടങ്കം പറയുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ സ്കറിയാസാർ പറഞ്ഞതുപോലെ എൻ്റെ കുഞ്ഞുനാൾ മുതൽ ഞങ്ങളുടെയൊക്കെ മനസ്സുകളിൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ തറവാട്ടിലൊക്കെ കേട്ടിട്ടുള്ള സുപരിചിതമായിട്ടുള്ള ഒരു അഭിവന്ദ്യ പിതാവാണ് തൂങ്കുഴി പിതാവ്. അഭിവന്ദ്യ പിതാവിൻ്റെ ആ വീടിന് താഴെ കൂടെയാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് പോവുക. ഞാൻ മിക്ക ദിവസവും എൻ്റെ വല്യപ്പച്ചൻ്റെ കൂടെ, എൻ്റെ വല്യപ്പച്ചൻ എന്ന് പറയുമ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദറാണ്, എല്ലാ ദിവസവും പള്ളിയിൽ പോകും. അപ്പോൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നത് കുർബാന കഴിഞ്ഞാൽ വല്യപ്പച്ചൻ എന്നെ അവിടെ വിനോദ് ഹോട്ടലുണ്ട്, ഞാൻ മനസ്സിലാക്കുന്നത് വിനോദ് ഹോട്ടലിലെ ഭക്ഷണമാണ് ഇവിടെ കൊണ്ടുവരുമെന്നൊക്കെ എന്നോട് പറഞ്ഞതുപോലെ ഓർക്കുന്നുണ്ട്. അപ്പോൾ ആ വിനോദ് ഹോട്ടലിൽ നല്ല പൊറോട്ടയും മുട്ടക്കറിയൊക്കെ വല്യപ്പച്ചൻ എന്നും മേടിച്ചു തരും. അപ്പം ആ ഒരു പ്രതീക്ഷയിൽ രാവിലെ എണീക്കാനൊന്നും എനിക്കൊരു മടിയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ മിക്ക ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു. ഞാൻ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഏറ്റവും നന്ദിയോടുകൂടി ഓർക്കുക എൻ്റെ വല്യപ്പനെയാണ്. കാരണം വല്യപ്പച്ചൻ്റെ കൈകൾ പിടിച്ച് നമ്മുടെ തിരുവമ്പാടി പള്ളി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവിടെ കുഞ്ഞുനാൾ മുതൽ അവിടുത്തെ നഴ്സറി സ്കൂളിൽ, CMC നഴ്സറി സ്കൂളിൽ പഠിച്ച്, അവിടുത്തെ MP സ്കൂളിൽ പഠിച്ച്, പിന്നീട് 7ാം ക്ലാസ്സിൽ മാത്രമാണ് കല്ലാനോടേക്ക് എൻ്റെ പിതാവും ഞങ്ങൾ അവിടേക്ക് മാറിപ്പോവുക. ഇപ്പോഴും എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ അനിയനും കുടുംബവും, അതുപോലെ എൻ്റെ പിതാവിൻ്റെ ഏറ്റവും ഇളയ സഹോദരനുമൊക്കെ, ഞാൻ ജനിച്ച വീടും ഒക്കെ ഇപ്പോഴും തിരുവമ്പാടിയിലുണ്ട്. അപ്പോൾ ആ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ തൂങ്കുഴി പിതാവും ആ തൂങ്കുഴി കുടുംബത്തിലുള്ളവരും ഒക്കെ ആയിട്ട് വളരെ അടുത്ത ബന്ധം എൻ്റെ പ്രിയപ്പെട്ട പിതാവിനും എൻ്റെ വല്യപ്പച്ചനും വല്യമ്മച്ചിക്കും ഒക്കെ ഉണ്ട് എന്നുള്ളതും ഒരു കുടുംബത്തിൻ്റെ ഒരു അന്തരീക്ഷം എനിക്കും ഇവിടെ തോന്നുന്നു എന്ന അഭിമാനത്തോടുകൂടെ ഞാൻ പറയുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ അഭിവന്ദ്യ തൂങ്കുഴി പിതാവുമായിട്ട് ഉള്ള അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട് എന്നുള്ളതും എനിക്ക് അഭിമാനത്തോടുകൂടെ പറയാനായിട്ട് സാധിക്കും. കാരണം അഭിവന്ദ്യ പിതാവ് 1.5 വർഷം മാത്രമാണ് താമരശ്ശേരി രൂപ
താമരശ്ശേരിയിലും എത്താനായിരുന്നപ്പോൾ ഇന്റർവ്യൂ ചെയ്ത് ഈ രൂപിച്ചില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും പറയും, അഭിവന്ദ്യ പിതാവ് 10ാം ക്ലാസ് കഴിഞ്ഞ് മൈനസ് സെമിനാരിയിൽ ഇന്റർവ്യൂവിന് പോയതും ചോദിച്ച ചോദ്യങ്ങളും അപ്പോൾ കിഴക്കേ വീട്ടിലെ എന്ന് പറഞ്ഞപ്പോൾ വളരെ വാത്സല്യത്തോടു കൂടെ എൻ്റെ വല്യപ്പനെയൊക്കെ ഓർത്തതൊക്കെ ഞാൻ ഇപ്പോഴും എൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. അതുപോലെ എൻ്റെ പേരും ജേക്കബാണ്, എൻ്റെ മാമോദീസ പേര് ജേക്കബാണ്. അപ്പോൾ അങ്ങനെ പിന്നീട് പല അവസരങ്ങളിലും അഭിവന്ദ്യ പിതാവ് ക്രിസ്തുമസിനൊക്കെ കൃത്യമായിട്ട് കാർഡുകൾ അയക്കുമായിരുന്നു. ഏറ്റവും ഒടുവിൽ ഞാൻ മിലാനിൽ, ഇറ്റലിയിൽ ഉപരിപഠനവും അതുപോലെ അവിടെ ശുശ്രൂഷ ചെയ്തിരുന്ന കാലത്ത് അഭിവന്ദ്യ പിതാവ് മിലാനിൽ വരുമ്പോൾ പലപ്പോഴും ഫോൺ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. അതുപോലെ ഏറ്റവും ഒടുവിൽ ഇവിടെ ഈ ഹോം ഓഫ് ലവിൽ വെച്ചിട്ടാണ് അഭിവന്ദ്യ പിതാവിനെ ഒരു പ്രോഗ്രാമിന് താമരശ്ശേരി രൂപതാധ്യക്ഷൻ പറഞ്ഞതനുസരിച്ച് ഞാൻ വിളിക്കാൻ വന്നത് ജസ്റ്റിസ് സിസ്റ്ററൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അന്നാണ് ഏറ്റവും അവസാനമായിട്ട് അഭിവന്ദ്യ പിതാവിനെ ഞാൻ അതായത് ഒരുപാട് സംസാരിക്കുവാനായിട്ട് സാധിച്ചത്. അപ്പൊ അങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള ഒരുപാട് ഓർമ്മകളുണ്ട്. ഭാരത സഭയുടെ, കേരള സഭയുടെ സൗമ്യതയുടെ, ശാന്തതയുടെ, ആധ്യാത്മികതയുടെ, അതുപോലെ വാസ് എ ഗ്രേറ്റ് മിഷണറി, അതിൻ്റെയൊക്കെ ആൾരൂപമാണ്. അപ്പൊ അതുകൊണ്ട് ചരിത്രത്തിന്റെ താളുകളിൽ ഒരിക്കലും, അതായത് എല്ലാവരുടെയും മനസ്സുകളിലും ചരിത്ര താളുകളിലും തിളങ്ങി നിൽക്കുന്ന ഒരുപാട് അധ്യായങ്ങൾ എഴുതി ചേർത്തിട്ടാണ് അഭിവന്ദ്യ പിതാവ് സ്വർഗത്തിലേക്ക് കടന്നുപോയത്. അതുകൊണ്ട് തൂങ്കുഴി കുടുംബത്തിന് തീർച്ചയായിട്ടും അഭിമാനിക്കാം. അപ്പോൾ ഈ അവസരത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം, ജൂബിലി, മഹാജൂബിലി സമാപനം അല്ലെ, റോമില് മാർപ്പാപ്പ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ കവാടം എല്ലാം അടച്ചു. എന്നിട്ട് പറഞ്ഞു, നമ്മള് ആ ജൂബിലിയിലുടനീളം പിൽഗ്രിംസ് ഓഫ് ഹോപ്പ്, അതാണ്, അതായത് പ്രതീക്ഷയുടെ തീർത്ഥാടകരാണ്. നമ്മളെല്ലാവരും പ്രതീക്ഷയുടെ തീർത്ഥാടകരാണ്. അപ്പോൾ പ്രത്യാശ നമ്മെ നിരാശരാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പ്രതീക്ഷയോടുകൂടെ അഭിവന്ദ്യ പിതാവ് തൂങ്കുഴി കുടുംബത്തിനും ഭാരത സഭയ്ക്കും കേരള സഭയ്ക്കും പിതാവ് മെത്രാനായി ശുശ്രൂഷ ചെയ്തിരുന്ന എല്ലാ രൂപതകൾക്കും പ്രതീക്ഷ നൽകിയതുപോലെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും പ്രതീക്ഷയുടെ തീർത്ഥാടകരായി തീരണമെന്നാണ് നമ്മുടെ മനസ്സുകളിൽ കുറിച്ചിടേണ്ടത്. ഈ സമാപനത്തിൽ പരിശുദ്ധ പിതാവ് ലിയോ മാർപ്പാപ്പ പറഞ്ഞ 2-3 കാര്യങ്ങളുണ്ട്. അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നതാണ്. പരിശുദ്ധ പിതാവ് ആദ്യത്തെ കാര്യം പറഞ്ഞ ഇതാണ്: പ്രതീക്ഷയുടെ വലിയ വക്താക്കളായിട്ട് കുടുംബത്തിലെ മക്കള് കുടുംബത്തിന് പ്രതീക്ഷയായിട്ടിരിക്കണം. സമർപ്പിതര് അവരെ ബലമേൽപ്പിച്ചിരിക്കുന്ന ആ മേഖലയിൽ അവർക്ക് പ്രതീക്ഷ നൽകുന്നവരായിരിക്കണം. വൈദികർ പ്രതീക്ഷ നൽകുന്നവരായിരിക്കണം. കുടുംബത്തിലെ അപ്പൻ, അമ്മ ആ കുടുംബത്തിലുള്ളവർക്കും ആ പ്രദേശത്തുള്ളവർക്കും പ്രതീക്ഷ പകർന്നു കൊടുത്ത് ഈ ലോക ജീവിതത്തിന്റെ പ്രതീക്ഷയെക്കുറിച്ച് മാത്രമല്ല, മറിച്ച് പ്രപഞ്ചത്തിന് മുഴുവൻ രക്ഷകനായ പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിങ്കലേക്ക് ഉള്ള നമ്മളുടെ ഒരു തീർത്ഥാടനമാണ് നമ്മുടെ ഈ ജീവിതം. അപ്പൊ ആ പ്രതീക്ഷയോടുകൂടി മുന്നേറുവാനായിട്ട് നമുക്ക് സാധിക്കണമെന്ന് പറയാം. അതുപോലെ പറയുന്നുണ്ട്, നമ്മളെപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. വി ഹാവ് ടു ബി ഗ്രേറ്റ്ഫുൾ. ഓരോ ദിവസത്തിന്റെ തുടക്കത്തിൽ നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. ഒരുപക്ഷെ നിങ്ങളുടെയും എൻ്റെയും ഒക്കെ കണ്ണിൽ നിന്ന് അറിയാതെ കണ്ണുനീര് വീണ ഒരു സംഭവം ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായി. ഒരു സമർപ്പിത, ഒരു സ്കൂളിന്റെ പ്രിൻസിപ്പാളാണ്, ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്. പെട്ടെന്ന് എന്തോ ഒരു സാധനം മേടിക്കാനായിട്ട് ഇറങ്ങി വീണ്ടും ട്രെയിൻ മൂവ് ചെയ്തപ്പോൾ ഈ സിസ്റ്റർ വീണ്ടും ട്രെയിനിലേക്ക് കയറുകയാണ്. സിസ്റ്റർ ട്രെയിനിന്റെ അടിയിലേക്ക് പോവുകയാണ്. അതിനുശേഷം ആ വീഡിയോ ആ സമൂഹത്തിലുള്ള സിസ്റ്റേഴ്സ് പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞ് അയച്ചു തന്ന് സിസ്റ്ററിനെ പോലീസുകാരും രക്ഷാപ്രവർത്തകരൊക്കെ കൂടെ പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ സിസ്റ്ററിന്റെ കയ്യിൽ ഫോണുണ്ട്. സിസ്റ്റർ ആകെ അസ്വസ്ഥതയാണ്. പക്ഷേ താഴെ നോക്കിയപ്പോൾ സിസ്റ്ററിന്റെ ഒരു കാല് അറ്റുപോയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ജീവിതത്തിൽ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. ഓരോ ദിവസവും നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ കുറിച്ച് പരാതി പറയുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് ദൈവം ദാനമായിട്ട് തന്ന ഈ ജീവിതം മനോഹരമായിട്ട് ജീവിച്ചു തീർക്കുവാനായിട്ട് ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. വേറെ ഒരു കാര്യം പരിശുദ്ധ പിതാവ് പറഞ്ഞു വെക്കുന്നത്, നമ്മൾ സാക്ഷ്യം നൽകണം. ഇപ്പൊ ഞാനിവിടെ നിന്ന് വലിയ വലിയ കാര്യങ്ങൾ നിങ്ങളോട് പറയുകയും അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാവർത്തികമാക്കുന്നില്ല എങ്കിൽ
പറച്ചിൽ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് പോലെയാണ് സമർപ്പിതരും കുടുംബജീവിതം നയിക്കുന്നവരും കുട്ടികളും എല്ലാം നമ്മുടെ ക്രിസ്തുവിന് സാക്ഷ്യം നൽകണം, സുവിശേഷം ജീവിക്കുന്നവരായിട്ട് തീരണം. ആ ഒരു ചലഞ്ചും പരിശുദ്ധ പിതാവിനോട് വരമേൽപ്പിക്കുകയാണ്. ഒടുവിൽ പരിശുദ്ധ പിതാവ് പറയുകയാണ്, നിങ്ങൾ പ്രതീക്ഷയുടെ തീർത്ഥാടകരായി തീരണമെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിലുകൾ അടയ്ക്കണം. റോമിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ കവാടം അടച്ചു. എന്നാലും നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തിന്റെ കവാടങ്ങൾ, നമ്മളുടെ കുടുംബങ്ങളുടെ, നമ്മളുടെ വീടുകളുടെ, നമ്മളുടെ ഭവനങ്ങളുടെ കവാടങ്ങൾ തുറന്നു കൊടുക്കണമെന്ന് പറയുക. ആർക്ക് വേണ്ടിയാണ്? നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയല്ല. രോഗികളായിട്ടുള്ളവര്, സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ളവര്, സമൂഹത്തിന് സ്നേഹം ലഭിച്ചിട്ടില്ലാത്തവര്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവര്, പ്രതിസന്ധി അനുഭവിക്കുന്നവര്, പ്രതീക്ഷ അറ്റുപോയവർക്ക് വേണ്ടി നമ്മളുടെ ഹൃദയവാതിലുകളും ഭവനങ്ങളും തുറന്നു കൊടുക്കുവാനായിട്ട് പരിശുദ്ധ പിതാവ് ആഹ്വാനം ചെയ്യുകയാണ്. ഈ ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെച്ചുകൊണ്ട് ഈ 99 മഹത്തായ ഈ 99 തൂമ്പുഴി കുടുംബയോഗം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകും. സുബിനച്ചൻ്റെ നല്ല വാക്കുകൾക്ക് ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. അടുത്ത ഒരു ഗാനം ആലപിക്കാൻ വേണ്ടി ആൻഡ്രീന പെരുവണ്ണാമൊഴിയുള്ള അബിയുടെ മകളാണ്. ആൻഡ്രീനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അടുത്തതായി ആശംസ അറിയിക്കാനായി SKD കോൺഗ്രിഗേഷൻ്റെ സുപ്പീരിയർ ജനറൽ സിസ്റ്റർ ടീന കുന്നേനെ ക്ഷണിക്കുന്നു. സ്നേഹബഹുമാനപ്പെട്ട സുബിനച്ച, വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, സുബിനച്ച പറഞ്ഞതുപോലെ ഒത്തിരിയേറെ സന്തോഷമുണ്ട് നിങ്ങളോടൊപ്പം ഇന്ന് ആയിരിക്കാൻ സാധിച്ചതിൽ. ഇതിനെല്ലാം കാരണം നമ്മുടെയും നിങ്ങളുടെയും ഞങ്ങളുടെ ഇടയിൽ ഇരിക്കുന്ന പിതാവാണ്. പിതാവ് എന്നിപ്പോൾ ഇവിടെയുണ്ട്. പിതാവിൻ്റെ സാന്നിധ്യം നമ്മൾ എല്ലാവരും അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു കുടുംബയോഗം ഇവിടെ ആയിരിക്കാൻ സാധിക്കുന്നതിന് കാരണം എന്ന് പറയുന്നത്. 99 വർഷം ഈ കുടുംബയോഗം കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുവാൻ തമ്പുരാൻ അനുഗ്രഹിച്ചതിനെ ഓർത്ത് അഭിമാനത്തോടുകൂടെ തമ്പുരാൻ നമുക്ക് നന്ദി പറയുന്നു. നിങ്ങളെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. പിതാവിൻ്റെ ജൂബിലി 2023 50ാം പൗരോഹിത്യ ജൂബിലി സമയത്ത് പിതാവ് ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ടായിരുന്നു. അതായത് അമേരിക്കയിൽ വെച്ച് ജൂബിലി ആഘോഷിച്ചപ്പോൾ അവിടെ പാടിയ പാട്ടാണ് എന്ന് പറഞ്ഞ് ഞങ്ങളോട് വന്ന് പറഞ്ഞു, ഇങ്ങനൊരു പാട്ടുണ്ട്, നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിച്ചിട്ട്. അതിൻ്റെ ട്യൂൺ എനിക്ക് കാര്യമായിട്ട് അറിയില്ല, പക്ഷേ എങ്കിലും അതിൻ്റെ വരികൾ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ, ഇത്ര നന്മകൾ ഞാൻ അനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിങ്ങളിൽ, ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ, ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിങ്ങളിൽ, ഇത്രത്തോളം എൻ്റെ ഭാവിയെ കരുതാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ, ഇത്രത്തോളം എന്നെ അത്ഭുതമാക്കുവാൻ
തമ്പുഴി കുടുംബാംഗങ്ങളെ, പിതാവ് ഒത്തിരിയേറെ നന്ദിയോടുകൂടെ ഈ വരികളെ പിതാവ് സ്നേഹിച്ചു. പിതാവിൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ അത്ഭുതങ്ങളാണ് കർത്താവ് കൊണ്ടുവന്നിട്ടുള്ളത്. സുബിനച്ച പറഞ്ഞു, നമ്മളെല്ലാവരും അനുഭവിച്ചവരുമാണ്. അപ്പോൾ ഇത്രമാത്രം അത്ഭുതങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ ഞാനും എൻ കുടുംബവും ഇന്നുള്ളൂ എന്ന് പിതാവ് 2023 ഒത്തിരിയേറെ ധ്യാനിച്ച ഒരു പാട്ടിൻ്റെ വരികളാണ്. അപ്പോൾ അഭിമാനത്തോടുകൂടെ തൂങ്കുഴി കുടുംബാംഗങ്ങൾക്ക് കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കാം. ഇത്ര മഹത്തായ, ഇത്ര പുണ്യവാനായ ഒരു വ്യക്തിയെ നമ്മുടെ കുടുംബത്തിൽ നിന്നും തമ്പുരാൻ ജനിപ്പിച്ചു. സഭയ്ക്കും തിരുസഭയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിനും ഞാൻ എൻ്റെ സമൂഹത്തിൻ്റെ ഭാഗത്ത് നിൽക്കുമ്പോൾ പിതാവിന് 47ാമത്തെ വയസ്സിലാണ് ഞങ്ങളുടെ സന്യാസ സമൂഹം ആരംഭിച്ചത്. ഞങ്ങളുടെ സമൂഹത്തിൻ്റെ 50ാം വർഷം അടുത്ത വർഷം ആരംഭിക്കുകയാണ്. 48 വർഷത്തോളം പിതാവ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് ഒരു ഫൗണ്ടർ ഇത്രയും വർഷം ഒരു സന്യാസ സമൂഹത്തിൻ്റെ കൂടെ ജീവിക്കുക എന്നുള്ളത് ഞാൻ ഇത് ചരിത്രത്തിൽ കണ്ടിട്ടില്ല. അപ്പോൾ ഇതും ഞങ്ങളെ സംബന്ധിച്ചൊരു സ്വകാര്യ അഹങ്കാരമാണ്. അപ്പം ഞങ്ങളുടെ ഫൗണ്ടറിൻ്റെ കൂടെ ജീവിക്കുവാൻ സാധിച്ചു എന്നുള്ളത്. പിതാവിൻ്റെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഞാൻ വിചാരിക്കാറുണ്ട്, അച്ഛൻ പറഞ്ഞു ശാന്തശീലനാണ്, പിതാവ് വിനീതഹൃദയനാണ്. പിതാവ് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നമ്മളിന്ന് പ്രാർത്ഥിക്കാറില്ലേ, ഹൃദയ ശാന്തിയും എളിമയുള്ള ഈശോയെ എൻ്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിനൊത്തതാക്കി അറിയണമേ. ശരിക്കും പിതാവ് തമ്പുരാന്റെ ഹിതത്തിൽ ഇണങ്ങിയ ഒരു മെത്രാനായിരുന്നു. പിതാവ് തൃശ്ശൂർ അതിരൂപതയിൽ മേജർ സെമിനാരി ആരംഭിച്ചപ്പോൾ അതിൻ്റെ ഒരു മോട്ടോ ആയിട്ട് പിതാവ് എടുത്തത് എൻ്റെ ഹൃദയത്തിന് ഇണങ്ങി ഇടയനെ ഞാൻ രൂപപ്പെടുത്തും എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ ഹൃദയത്തിന് ഇണങ്ങിയ ഒരു വൈദികൻ, ഒരു മെത്രാപ്പോലീത്ത, വിശുദ്ധനായ ഒരു മനുഷ്യൻ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ജന്മമെടുത്തു. നമുക്ക് അഭിമാനിക്കാം. പിതാവിൻ്റെ ആ ശാന്തതയും വിനീതഭാവവും നമ്മൾക്കും ഒരു മാതൃകയാക്കി മാറ്റാൻ കഴിയട്ടെ. പിതാവ് ബന്ധങ്ങൾക്ക് ഒത്തിരിയേറെ പ്രാധാന്യം കൊടുക്കുന്നതാണ്. ഞങ്ങൾ വിചാരിക്കും ഞങ്ങളെയാണ് കൂടുതൽ സ്നേഹിക്കുക, നിങ്ങൾ വിചാരിക്കും തൂങ്കുഴി കുടുംബക്കാരെയാണ് കൂടുതൽ സ്നേഹിക്കുക, അച്ഛന്മാർ വിചാരിക്കും അച്ഛന്മാരെയാണ് കൂടുതൽ സ്നേഹിക്കുക, രൂപത്തിലുള്ള എല്ലാ ജനങ്ങൾ വിചാരിക്കും അവരെയാണ് പിതാവ് കൂടുതൽ സ്നേഹിക്കുക. അങ്ങനെ ഓരോ വ്യക്തികളും വിചാരിക്കുന്നു എന്നെയായിരിക്കും കൂടുതൽ പിതാവ് സ്നേഹിച്ചിട്ടുള്ളതെന്ന്. ഇതാണ് പിതാവിൻ്റെ ഒരു കഴിവെന്ന് പറയുന്നത്. അപ്പം ഇതെല്ലാം നമുക്ക് നമ്മുടെ മുന്നിൽ കടന്നു പോകുന്ന വ്യക്തികൾ നമുക്കൊരു മാതൃകകളാണ്. അപ്പം അങ്ങനെ നല്ലൊരു പിതാവിൻ്റെ കുടുംബത്തിൽ ജനിക്കുവാൻ നിങ്ങൾക്കും സാധിച്ചു, നമുക്കും അഭിമാനിക്കാം. പിതാവ് ഒത്തിരിയേറെ ദൈവവിളിയെ പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തിയാണ്. ഞങ്ങളുടെ സമൂഹത്തിലാണെങ്കിലും ആരെങ്കിലുമൊക്കെ ദൈവവിളിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ തളരുന്നു, അല്ലെങ്കിൽ വളരുന്നു, ഏത് സാഹചര്യത്തിലാണെങ്കിലും അവരെല്ലാം പിതാവ് ഒത്തിരിയേറെ ചിലപ്പോൾ പിടിക്കും. അപ്പം ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും കൂടെ ഉൾപ്പെടുത്തണം. നമ്മുടെ സഭയുടെ വളർച്ച, തിരുസഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി നല്ല ദൈവവിളികൾ ഉണ്ടാകുന്നതിന് വേണ്ടി പിതാവിൻ്റെ മാധ്യസ്ഥം നമുക്ക് തേടണം. പിതാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മറ്റൊരു ചെറിയൊരു കഥ നമ്മളെല്ലാം കേട്ടിട്ടുള്ളതാണ്. ഒരു പക്ഷി വളരെ കൊടുങ്കാറ്റിൽ പെട്ടുപോകുന്നു. അതിൻ്റെ കൂടെ ഉണ്ടാകുന്ന മറ്റു പക്ഷികളെല്ലാം മരപ്പൊത്തുകളിലും എല്ലാം രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഈ പക്ഷി മാത്രം പാട്ടും പാടി ആ കൊടുങ്കാറ്റിനെ അതിജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. അങ്ങനെ ആ കാറ്റ് ശക്തമാകും തോറും പക്ഷി ഉയരത്തിലേക്ക് ഉയർന്ന മേഘങ്ങൾക്ക് മുകളിൽ പറക്കാനായി ശ്രമിക്കുന്ന ഒരു പക്ഷിയുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ടാകും. പിതാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പിതാവിൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും കാറ്റുപോളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പിതാവ് അതിനൊന്നും പതറിയിട്ടില്ല. ഈ പക്ഷിയെക്കുറിച്ച് പറയുമ്പോൾ പക്ഷി അതിൻ്റെ ചിറകിൻ്റെ ശക്തിയിൽ ആ പക്ഷിക്കുള്ള അതിനുള്ളിലുള്ള ശക്തിയിലാണ് ഈ പക്ഷി ഫോക്കസ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. തമ്പുരാൻ ദാനമായി നൽകിയിട്ടുള്ള കഴിവുകളിലെല്ലാം പിതാവ് ഫോക്കസ് ചെയ്തത് കൊണ്ട് ദൈവം എൻ്റെ കൂടെയുണ്ട്, തമ്പുരാനാണ് എന്നെ ശക്തിപ്പെടുത്തുന്നത്, തമ്പുരാൻ അതിനുള്ള കഴിവുകളെ മാക്സിമം പിതാവ് ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ ഉയരങ്ങളിലേക്ക് പറക്കുവാനായി എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാനായിട്ട് പിതാവിന് സാധിച്ചു. നമുക്കെല്ലാവർക്കും ഈ പിതാവിൻ്റെ മാതൃക നമുക്ക് സ്വന്തമാക്കാം. തമ്പുരാൻ നമുക്ക് ദാനമായി നൽകിയിട്ടുള്ള കഴിവുകളെ അതിന് മാക്സിമത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ഉയരങ്ങളിലേക്ക് ഉയരുവാൻ തൂങ്കുഴി കുടുംബത്തിൽ നിന്നും ഇതുപോലെ ഇനിയും ശക്തരായ വാത്സല്യം നിറഞ്ഞ തമ്പുരാന്റെ ഹൃദയത്തിനിണങ്ങിയ ഒരുപാട് വ്യക്തികൾ, സന്യാസികൾ, വൈദികർ ജനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് ഈ ദിവസം നല്ലൊരു ദിനമായി, നിങ്ങളുടെ മനസ്സിലേക്ക് മായാത്തൊരു നല്ല ദിനമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. നല്ല വാക്കുകൾ കൊണ്ട് ആശംസ അറിയിച്ച ടീന സിസ്റ്റർക്ക് നന്ദി അറിയിക്കുന്നു. അടുത്തതായി ആശംസ സംസാരിക്കുന്നതിനായി സിസ്റ്റർ റാണി തൂങ്കുഴിയെ സ്വാഗതം ചെയ്യുന്നു. നമ്മളിൽ നിന്നും വേർപെട്ട് ഇന്ന് സ്വർഗത്തിലായിരിക്കുന്ന നമ്മുടെ സ്നേഹപിതാവിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ
തൂങ്ങുഴി കുടുംബാംഗങ്ങളുടെ കണ്ണീരിൽ കുതിർന്ന പ്രണാമം. സ്നേഹബഹുമാനപ്പെട്ട വിപിനച്ചൻ, SKD സന്യാസിനി സമൂഹത്തിൻ്റെ സുപ്രീം സജീന, ജെസ്സി ഡൊമിനിക്, മേരിയും സദസ്യരുമായിരിക്കുന്ന തൂങ്ങുഴി കുടുംബാംഗങ്ങളെ, ഇന്ന് നമ്മുടെ പിതാവിൻ്റെ കബറിടത്തിൽ വിശുദ്ധ ബലി അർപ്പിക്കുവാനും പിതാവിലൂടെ തിരുസഭയ്ക്കും SKD സന്യാസിനി സമൂഹത്തിനും തൂങ്ങുഴി കുടുംബത്തിനും ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനുമായി ഈ ഒരവസരം നമുക്ക് ഒരുക്കി തന്ന നല്ല ദൈവത്തിന് നമുക്ക് ആദ്യമേ നന്ദി പറയാം. 1927 അരുവിത്തറ, ഇടമറ്റം, പൈക എന്നിവിടങ്ങളിലെ തൂങ്ങുഴി കുടുംബാംഗങ്ങൾ പൈകയിൽ ഒരുമിച്ച് ചേരുകയും തങ്ങളുടെ കുടുംബ കൂട്ടായ്മകൾ ഉറപ്പിക്കുവാനും തൂങ്ങുഴി കുടുംബത്തിൻ്റെ പൈതൃകങ്ങൾ, സ്നേഹം, സാഹോദര്യം ഇവയെല്ലാം നിലനിർത്തുവാനുമായി നമ്മുടെ കാരണവന്മാർ പൈകയിൽ ആദ്യമായി 1927 നമ്മുടെ കുടുംബ സമ്മേളനം ആരംഭിച്ചു. അന്നൊക്കെ നമ്മുടെ തൂങ്ങുഴി കുടുംബങ്ങളിൽ 10-12 മക്കളുണ്ടായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ സാമ്പത്തിക ഉന്നമനത്തിനായി തിരുവിതാംകൂറിലുള്ള പലയിടങ്ങളിലും മലബാറിലേക്കും തൂങ്ങുഴി കുടുംബക്കാർ ചേക്കേറി. ഇന്ന് മലബാറിൻ്റെ ഏത് കോണിലും മുക്കിലും ചെന്നാലും തൂങ്ങുഴി കുടുംബക്കാരെ അവിടെ കാണുവാൻ സാധിക്കും. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ മക്കളുടെ എണ്ണം കുറഞ്ഞെങ്കിലും ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും തൂങ്ങുഴി കുടുംബക്കാർ പഠനത്തിലും ജോലിയിലുമായി കഴിയുന്നു. അങ്ങനെ തൂങ്ങുഴി കുടുംബം പലയിടങ്ങളിലായി വളർന്നു വന്നിരിക്കുന്നു. 1935-37 വർഷത്തിൽ തൂങ്ങുഴിയിൽ നിന്നും ബഹുമാനപ്പെട്ട ജോസഫ് തൂങ്ങുഴി സീനിയർ, നമ്മുടെ വലിയച്ഛൻ, വൈദ്യനാവുകയും അന്നു മുതൽ തൂങ്ങുഴി കുടുംബത്തിൻ്റെ പ്രസിഡൻ്റായി തൂങ്ങുഴി വലിയച്ഛൻ കുടുംബത്തെ നയിക്കുകയും വേണ്ടത്ര നിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമൊക്കെ നൽകി കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോയി. 1953 നമ്മുടെ സ്നേഹമുള്ള പിതാവായി അഭിഷിക്തനായതു മുതൽ ഈ 50 വർഷത്തോളം കുടുംബജീവിതത്തിൽ നമ്മുടെ തൂങ്ങുഴി കുടുംബത്തിൻ്റെ നായകനായി പിതാവായിരുന്നു. എല്ലാ കുടുംബയോഗങ്ങളിലും എവിടെ ആയിരുന്നാലും എത്ര ദൂരെയായിരുന്നാലും പിതാവ് അവിടെ പോവുകയും വേണ്ടത്ര നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ നൽകി തൂങ്ങുഴി കുടുംബയോഗത്തെ മുന്നോട്ട് നയിച്ചിരുന്നു. സഹായിക്കാനായി തൂങ്ങുഴി കുടുംബത്തിലെ ബഹുമാനപ്പെട്ട വൈദികരും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട വൈദികരെല്ലാവരും, സീനിയേഴ്സായിട്ടുള്ള വൈദികരെല്ലാവരും തന്നെ ഈ ലോകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കടന്നുപോയി. അങ്ങനെ കുടുംബത്തിൻ്റെ എല്ലാ കാര്യത്തിലും പിതാവ് വേണ്ടത്ര ശ്രദ്ധയെത്തിയിരുന്നു. കുടുംബയോഗങ്ങളിൽ പോവുകയും കുടുംബാംഗങ്ങളെ കാണുകയും ചെയ്തത് പിതാവിന് വലിയ സന്തോഷമായിരുന്നു. 1995-97 വർഷങ്ങളിൽ അന്നത്തെ പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും കമ്മിറ്റി അംഗങ്ങളും എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായി 1995 നമ്മുടെ കുടുംബയോഗത്തിന് ഒരു പുസ്തകം നമ്മൾ പ്രകാശനം ചെയ്തു. തൂങ്ങുഴി കുടുംബയോഗം എന്നൊരു പുസ്തകം. ഇന്ന്
ഇന്നത്തെ തലമുറയ്ക്ക് നമ്മുടെ കുടുംബയോഗത്തിൻ്റെ ബന്ധങ്ങൾ മനസ്സിലാക്കുവാൻ ആ പുസ്തകം വളരെയേറെ സഹായിക്കുന്നുണ്ട്. എല്ലാ വീടുകളിലും ആ ഒരു പുസ്തകം ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതിനുശേഷം വീണ്ടും ഇങ്ങനെയുള്ള അങ്ങനെ ഒരു പുസ്തകം അടിച്ചിറക്കുവാനായിട്ട് പിതാവായിരുന്നു അതിന് ഏറ്റവും കൂടുതൽ അതിന് ശ്രദ്ധ ചെലുത്തിയിരുന്നത്. നമ്മുടെ ആൾക്കാർ വീടാന്തരം എല്ലാ വീടുകളിലും കയറി ഇറങ്ങി ഒത്തിരി കഷ്ടപ്പെട്ടാണ് ആ പുസ്തകം പ്രകാശനം ചെയ്തത്. അത് നമുക്ക് വളരെ ഒരു മുതൽക്കൂട്ടായിട്ടാണ് നമുക്ക് കരുതേണ്ടത്. ഇന്നത്തെ കുടുംബയോഗത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം നമ്മുടെ ശതാബ്ദി കുടുംബയോഗത്തിൻ്റെ ശതാബ്ദിയിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുന്നിലുള്ള ഒരു കുടുംബയോഗം. അതിനുള്ള പ്രത്യേകമായ ആലോചനകളും പദ്ധതികളുമൊക്കെ ഇന്നിവിടെ നമുക്ക് കണ്ടുപിടിക്കാം. ഇന്ന് ഈ കുടുംബയോഗം ഇത്രമാത്രം ഭംഗിയായി എല്ലാ കാര്യങ്ങളും ചിട്ടയോടും ഇത്രയും കുടുംബക്കാർ ഇവിടെ എത്താൻ കഴിഞ്ഞത് ഇപ്പോഴുള്ള നമ്മുടെ പ്രസിഡന്റ് ഇവിടെ ഇല്ലെങ്കിലും വൈസ് പ്രസിഡന്റും സെക്രട്ടറിമാരും കമ്മിറ്റി അംഗങ്ങളും ഇവരുടെ എല്ലാം പരിശ്രമഫലമാണ്. അതിലേറ്റവും നമ്മൾ പ്രത്യേകമായി അഭിനന്ദിക്കേണ്ടത് നമ്മുടെ സെക്രട്ടറി ജോണി തൂങ്ങിയെയും സിബി തൂങ്ങിയെയുമാണ്. അവരുടെ അധ്വാന ഫലം വളരെ ഉത്തരവാദിത്തങ്ങൾ ഏറെ തീക്ഷ്ണതയോടുകൂടെ അധ്വാനത്തോടുകൂടി അവർ ചെയ്തതിൻ്റെ ഫലമാണ് ഇങ്ങനെയൊരു സംരംഭം ഇവിടെ നടത്തുവാൻ നമുക്ക് സാധിച്ചത്. ഇനിയും ഇന്ന് എല്ലാവരും തന്നെ പറഞ്ഞൊരു കാര്യമാണ്, നമ്മുടെ തൂങ്കുഴി കുടുംബത്തിൽ പിതാവ് തൊട്ട് അച്ഛന്മാർ ധാരാളം ഉണ്ടായിരുന്നു. എല്ലാവരും ഇപ്പോൾ ദൈവവിളികൾ വളരെ കുറഞ്ഞു വരുന്നൊരു കാലമാണ്. നമ്മുടെ കുടുംബത്തിൽ നിന്നും സന്യാസത്തിലേക്കും വൈദിക വൃത്തിയിലേക്കും അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ ഉണ്ടാകുവാൻ നമ്മുടെ കുടുംബത്തിൽ തന്നെ എന്നും പ്രാർത്ഥിക്കുകയും അതിനായി പിള്ളേരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്ന് എല്ലാവരോടുമായി യാചിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ കുട്ടികൾ യുവാക്കൾ നല്ല അറിവും കഴിവുമുള്ളവർ വിദേശങ്ങളിലാണ് ഉണ്ട്. നമ്മുടെ അടുത്ത ശതാബ്ദി ദിനാഘോഷം ഏറ്റവും സുന്ദരമായിട്ട് ഏറ്റവും ദൈവാനുഗ്രഹപ്രദമായി നടത്തുന്നതിന് നിങ്ങളെല്ലാവരും ഇവരോടൊത്ത് സഹകരിച്ച് ഏറ്റവും ഭംഗിയായി നമ്മുടെ ശതാബ്ദി ആഘോഷം നടത്തുവാൻ എല്ലാവരും പരിശ്രമിക്കുമെന്ന് അറിയാം. അതിനായി പ്രാർത്ഥിക്കുന്നു. അതിനായി ഈ കുടുംബയോഗത്തിന് എല്ലാവിധ മംഗളങ്ങളും എല്ലാ ആശംസകളും നേരുന്നു. നമ്മുടെ പിതാവ് സ്വർഗത്തിലിരുന്നുകൊണ്ട് നമ്മെ നയിച്ചുകൊള്ളും. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. മനോഹരമായ വാക്കുകൾ കൊണ്ട് ആശംസ അറിയിച്ച് സംസാരിച്ച റാണി സിസ്റ്റർ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. സംഗീതത്തിന്റെ മാധുര്യത്തോടെ നമ്മുടെ വേദി അലങ്കരിക്കാൻ ഇവയെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കണ്ണേയാരോ കരിയാരോ നിറവേയാരോ തന്നെ നനയാരോ കണ്ണേയാരോ നിറവേയാരോ കനിയാരോ തന്നെ നനയാരോ ആട്ടുതൊട്ടിൽ കൂട്ടിനുള്ളിൽ കൺമണി ചിത്ര
താങ്ക് യു. അടുത്തതായി ആശംസ അറിയിച്ച് സംസാരിക്കാനായി ശ്രീ ഔസേപ്പ് തൊമ്പുഴി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട സുബിനച്ച, കന്യാസ്ത്രീ സിസ്റ്റേഴ്സ്, പ്രിയ വിശിഷ്ട വ്യക്തികളെ, പ്രിയ കുടുംബാംഗങ്ങളെ, കുഞ്ഞുമക്കളെ, നമ്മളിന്നിവിടെ ആയിരിക്കുന്നത് പരിപാലനമായ ഒരിടത്ത് അത് നമ്മുടെ പിതാവ് അന്തിയുറങ്ങുന്ന നമ്മുടെ പിതാവിൻ്റെ ആത്മീയയുടെ കല്ലിൽ പടുത്തുയർത്തിയ ഒരു സ്ഥാനത്തിൻ്റെ സ്നേഹപ്രകടനത്തിലാണ്. വളരെ സന്തോഷത്തോടെ നമ്മുടെ പിതാവ് നമ്മുടെ കൂടെ ഇന്നുണ്ട് എന്ന് വേദിയിൽ ഇരിപ്പുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം. കാരണം വെച്ചാൽ നമ്മൾ അതായത് മരിച്ചു പോയെന്നുള്ള കാര്യം സത്യമാണ്. എന്നാൽ തന്നെ നമ്മുടെ കൂടെയുണ്ട്. സ്വർഗത്തിലിരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ ഓർക്കാനും സന്തോഷിക്കാനും ഒരുപാട് കാര്യങ്ങൾ എന്നെ സംബന്ധിച്ചിട്ടുണ്ട്. ഞാൻ ബാംഗ്ലൂർ സെൻറ്റ് അൽഫോൻസ പള്ളി ഇടപാട് അംഗമാണ്. 1993 ഏപ്രിൽ 4 നമ്മുടെ പിതാവ് ആ പള്ളി ഉദ്ഘാടനം ചെയ്തു. അന്ന് ബ്ലസ്സി അൽഫോൻസ ചർച്ചായിരുന്നു, സെൻ്റ് ആയിട്ടില്ല. ബ്ലസ്സി അൽഫോൻസയുടെ പിതാവ് വന്നു. ഒരു ടാറ്റ എസ്റ്റേറ്റ് തുറന്ന കാറിലാണ് വന്നത്. ഞാൻ ഡോർ തുറന്നു കൊടുത്തു. പിന്നില്ല. പിന്നെ ഉപയോഗത്തിൻ്റെ കാര്യത്തിൽ 2-ാം ദിവസം നമ്മുടെ വീട്ടിൽ വന്നു. പിതാവുടെ കസേര ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. ഈ കസേര പോയി വിഷമമുണ്ട്. കൂടുതൽ നിർത്തുന്നു. നല്ല വാക്കുകൾക്ക് നന്ദി. അടുത്തതായി റിപ്പോർട്ട് അവതരണത്തിനായി മധ്യസ്ഥ ക്ലാസിനെ ക്ഷണിക്കുന്നു. കുടുംബയോഗം 2025-26 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട്. സെൻറ് മേരീസ് പള്ളി പാരിഷ് ഹാളിൽ 1:30 നടത്തപ്പെട്ട പൊതുസമ്മേളനത്തിൽ ഡോക്ടർ ജെയിംസ് മാത്യു വൈസ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു. മുഖ്യാതിഥിയായി ഫാദർ ജോയി പുത്തേട്ട്, സെൻറ് മേരീസ് സെമിനാരിയുടെ ഡയറക്ടർ, ആലപ്പുഴയിൽ നിന്നും ഒരു ട്രാവൽ കോഴിക്കോട് നിന്നും വിമാനവുമായി പുറപ്പെട്ട് 10:30 സെൻറ് മേരീസ് മൈനർ സെമിനാരിയിലെത്തി പങ്കിടുകയും ചെയ്തു. ഈ കൂടിക്കാഴ്ച പിതാവിനും രോഗാവസ്ഥയിൽ ഒരു ഉന്മേഷം പറയുന്ന ഒന്നായിരുന്നു. തുടർന്ന് സമീപത്തുള്ള സെൻറ് മേരീസ് പള്ളിയിൽ ആന്റണി തൂങ്ങി ജീവബലി അർപ്പിച്ച് വെറുതെ അർപ്പിച്ചു. 12 കൂടി തയ്യാറാക്കിയിരിക്കുന്ന സിന്ധി മാത്യു, ജോഷി തോമസ്, വിജയപുരിയുടെ എന്നിവർ ചർച്ചകൾക്ക് നേതൃത്വം നൽകി. പരിസരവും പരിചയപ്പെടുത്തൽ കലാപരിപാടികളിലേക്ക് ശേഷം ചെറിയ കാപ്പി സൽക്കാരത്തോടുകൂടി 4 മണിക്ക് യോഗം കൂടി അവസാനിച്ചു. ഏതാനും മാസങ്ങൾക്ക് ശേഷം സെപ്റ്റംബർ 17 പിതാവിൻ്റെ നിര്യാണമുള്ള എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തി. പിതാവിൻ്റെ സംസ്കാര ശുശ്രൂഷകളിൽ പരമാവധി കുർബാനകൾ പങ്കെടുക്കുവാൻ 21 ഞായറാഴ്ച 2 ട്രാവലറുകളും 22 ബസ്സും ക്രമീകരിച്ചു. വിവിധ ഇടവകളിൽ കുർബാന ഓഫീസ് എന്നിവ ക്രമീകരിച്ചു. ഓൺലൈൻ പ്രാർത്ഥന നടത്തിയ കുർബാനകൾ പിതാവിൻ്റെ ഓർമ്മ പങ്കുവച്ചു. പ്രമുഖ പത്രങ്ങളിൽ ആചാരങ്ങൾ കൊടുക്കുകയും 2027-9-2025 മുതൽ എല്ലാ ഞായറാഴ്ചകളിലും വൈകിട്ട് 9 മുതൽ 9:30 വരെ പിതാവിനെ അനുസ്മരിച്ച് പ്രാർത്ഥന നടത്തുകയുണ്ടായി. പ്രകാരം 16ാമത് പ്രാർത്ഥന 11-1-2026 കഴിഞ്ഞ ഞായറാഴ്ച വരെ കുടുംബാംഗങ്ങൾ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വരെ ഒത്തുകൂടി നടത്തിയത് കമ്മിറ്റിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. ഈ കാലയളവിൽ മരണപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് അവരെ അർപ്പിക്കുവാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ശ്രീ ജോയി തൊടുപുഴി കമല, ആന്റണി മാത്യു ചെറുപള്ളി, മാത്യു വെള്ളവഴി അനക്കര, അബീഷ് ബാബു കോന്നി എന്നിവർക്ക് കമ്മിറ്റി സമർപ്പിക്കുകയുണ്ടായി. ശ്രീ പ്രശാന്തിൻ്റെ ചികിത്സ സഹായമായി മാസത്തോ ഒരു നിശ്ചിതത്തോടെ നൽകുന്നതിനും പഠന സഹായമായി 7,000 രൂപ നൽകുന്നതിനും സാധിച്ചു. ശതാബ്ദി ആഘോഷങ്ങൾക്ക് ആരംഭം കുറിക്കുമ്പോൾ
1997 മെയ് മാസത്തിൽ പ്രസിദ്ധീകരിച്ച ഉദ്യോഗം കൂടുതൽ വിവരങ്ങൾ മൊബൈൽ നമ്പറുകൾ ഫോട്ടോകൾ എന്നിവ ഉൾപ്പെടുത്തി അവർ പ്രസിദ്ധീകരിക്കുന്ന കമ്മിറ്റി തീരുമാനമെടുത്തു. ആയതിലേക്ക് ഓരോ ശാഖകളും വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് വന്നാൽ നമുക്ക് 2026 ജനുവരിയിൽ കൊണ്ടുവരുന്ന നല്ല രീതിയിൽ പ്രസിദ്ധീകരിക്കുവാൻ സാധിക്കും. ഇത് പൊതുയോഗത്തിന് അംഗീകാരത്തിനായി സമർപ്പിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ വർഷത്തിൽ കൂടുതൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുവാനും പൊതുയോഗം ചർച്ച ചെയ്ത് തീരുമാനം എടുക്കേണ്ടതുണ്ട്. ഇതുവരെ പൊതുയോഗ കമ്മിറ്റിയോട് സഹകരിക്കുകയും ഇന്ന് പ്രകാശനം സഹിച്ച് ഇവിടെ എത്തിച്ചേരുകയും ചെയ്ത എല്ലാ വിഭാഗങ്ങൾക്കും കമ്മിറ്റിയുടെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ റിപ്പോർട്ട് പൊതുജന സമക്ഷം സമർപ്പിക്കുക. ഈ അവസരത്തിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഇനി ചർച്ചകൾ ഉണ്ടാകണം. ഒന്ന് ഏതാനും ഓരോരുത്തരുടെ സന്മനസ്സുകളാണ് നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത്. വിപുലമായിട്ട് എല്ലാം മിക്കവാറുമുള്ള കുടുംബങ്ങളിൽ നിന്നുള്ള സഹായങ്ങളൊന്നും നമുക്ക് ലഭിക്കുന്നില്ല. നമ്മൾ എല്ലാ കാര്യമായിട്ട് സഹകരിച്ചാൽ മാത്രമേ നമുക്ക് ഈ വർഷത്തിൽ കൂടുതൽ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമത്തെ കാര്യങ്ങൾ പുസ്തകം സൂചിപ്പിച്ചതുപോലെ കമ്മിറ്റി തീരുമാനമാണ് നമ്മൾ പുസ്തകം അപ്ഡേറ്റ് ചെയ്യാനുള്ളത്. അത് ഓരോ ശാഖകളിലുമുള്ള അതിൻ്റെ പ്രവർത്തകരുടെ വിവരങ്ങൾ കളക്ട് ചെയ്ത് തരികയും അത് ഫോട്ടോയിൽ ഉൾപ്പെടുത്തുന്നതിന് വരുന്ന ചെലവുകൾ അതാത് വ്യക്തികൾ വഹിക്കുകയും ചെയ്യേണ്ടതാണ്. ഇതിന് നമ്മൾ എൻ്റെ ഒരു നിർദ്ദേശം ശ്രീ സിബി മാത്യു ത്യാഗി ഇവിടെ ഏറ്റവും എന്നോടൊപ്പം എനിക്ക് ഏറ്റവും സഹകരണം നൽകിക്കൊണ്ടിരിക്കുന്ന അമൂല്യങ്ങളാണ്. അദ്ദേഹത്തെ ഞാൻ ഈ പുസ്തകത്തിൻ്റെ അടുത്ത പ്രസിദ്ധീകരണത്തിന് വേണ്ടിയിട്ടുള്ള ചുമതലകൾ ഏൽപ്പിക്കണമെന്ന് യോഗത്തിനോട് അഭ്യർത്ഥിക്കുക. കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. അതിൻ്റെ ചർച്ചകളിലേക്ക് വരട്ടെ. എനിക്ക് മാത്രം എഴുതി പറയാം. ബഹുമാനപ്പെട്ട സുബിനച്ച, ടീന സിസ്റ്റർ, റാണി സിസ്റ്റർ, ജെയിംസ് ഡോക്ടർ, ജോണിച്ചായ, സ്കറിയ സാർ, അസച്ചായ, പ്രത്യേകമായിട്ട് നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ ഈ കുടുംബയോഗം വളരെ മനോഹരമായിട്ട് കർത്താവ് ക്രമീകരിച്ചിട്ടുണ്ട്. അത് നമുക്കറിയാനായിട്ട് സാധിക്കും. നമ്മുടെ ഈ ജനുവരിയിലെ കുടുംബയോഗം പെട്ടെന്നാണ് നമ്മൾ തീരുമാനിച്ചത്. ജോണിച്ചായം പറഞ്ഞു 17-ാം തീയതി നമ്മുടെ കുടുംബയോഗമുണ്ട്. അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിക്കണം. എന്നാൽ ഇവിടെയുള്ള കമ്മിറ്റിയൊക്കെ വിളിച്ചു കൂട്ടി എത്രയും പെട്ടെന്ന് ഇവിടെ സിസ്റ്റേഴ്സിനെ പോയി കണ്ട് ഇവിടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് വിളിച്ചു പറഞ്ഞു. പെട്ടെന്നാണെങ്കിലും നമുക്ക് എല്ലാ കാര്യവും ഏറ്റവും മനോഹരമായിട്ട് ക്രമീകരിക്കുവാനായിട്ട് സാധിച്ചു. നാട്ടിൽ നിന്നാണെങ്കിലും ഒത്തിരിയേറെ കഷ്ടപ്പെട്ട് ബസ്സിന് ഇത്രയും രാത്രിയിലൊക്കെ യാത്ര ചെയ്ത് ഇവിടെ അനേകർ വന്നു. തീർച്ചയായിട്ടും നമ്മുടെ ഈ കുടുംബയോഗത്തോടുള്ള നമ്മുടെ കുടുംബത്തോടുള്ള വലിയ സ്നേഹമാണ് ഇതിലൂടെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അതോടൊപ്പം മലബാർ മേഖലയിൽ നിന്നാണെങ്കിലും എല്ലാ മേഖലയിൽ നിന്ന് ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഉദ്ദേശിച്ചത്ര ആൾക്കാർ വന്നില്ല എങ്കിലും ചില സൗകര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് മലബാർ മേഖലയിൽ നിന്ന് കുറച്ച് ആളുകൾ കുറഞ്ഞു പോയിട്ടുണ്ട്. എങ്കിലും സാധിക്കുന്ന എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒത്തിരിയേറെ ദൈവാനുഗ്രഹപ്രദമായിട്ടുള്ള ഒരു കുടുംബയോഗമായിരുന്നു ഇത്. നമ്മുടെ പിതാവിൻ്റെ കബറിടത്തിൽ പ്രാർത്ഥിക്കുവാനും ദിവ്യബലിയിൽ സംബന്ധിക്കുവാനും ഒക്കെ നമുക്ക് സാധിച്ചു. പ്രത്യേകമായി ഈ അവസരത്തിൽ നന്ദി പറയുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നത്, ആദ്യമായിട്ട് നന്ദി പറയുന്നത് നമ്മുടെ സുബിനച്ചനാണ്. നമ്മുടെ കുടുംബയോഗത്തിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് തൂമ്പഴി പിതാവുമായി ബന്ധപ്പെട്ട താമരശ്ശേരി രൂപതയിലുള്ള ഒരു അച്ഛനെയോ ആരെങ്കിലും പറഞ്ഞ് സംഘടിപ്പിക്കണമെന്ന് ജോണിച്ചായി വിളിച്ചു പറഞ്ഞിരുന്നു. അതിൽ ഒത്തിരിയേറെ പേരുകൾ മനസ്സിൽ വന്നുവെങ്കിലും പെട്ടെന്നാണ് ഒരാൾ എന്നോട് പറഞ്ഞു, പരിപാടി നടക്കുന്നത് ഹോം ഓഫ് ലവിലായതുകൊണ്ട് തൊട്ടടുത്ത് സ്റ്റാഫിൽ നല്ലൊരു അച്ഛനുണ്ട്,
അച്ഛൻ നന്നായിട്ട് പ്രസംഗിക്കുകയും വിദേശത്തൊക്കെ പോയിട്ട് വന്നതാണ്. പിതാവുമായിട്ട് അങ്ങനെ ബന്ധമുണ്ടോ എന്നൊന്നും അറിയില്ല, പിതാവിനെ കുറിച്ച് പരിചയമുണ്ടോ എന്നും അറിയില്ല. ഒന്ന് വിളിച്ചു നോക്കുവാനായിട്ട് പറഞ്ഞു. ഞാൻ ജോണിച്ചാനെ വിളിച്ച് പറഞ്ഞു, ജോണിച്ചായ സ്റ്റാർട്ടിൽ ഇങ്ങനെ ഒരു അച്ഛനുണ്ട്, അച്ഛനെ നമുക്ക് സന്ദേശത്തിന് വേണ്ടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വിളിച്ചാലോ എന്ന് ചോദിച്ചു. ജോണിച്ചായ പറഞ്ഞു തീർച്ചയായിട്ടും അച്ഛനെ വിളിച്ചു. അങ്ങനെ ഞാൻ അച്ഛനെ ഫോൺ ചെയ്തു. അച്ഛൻ ഞാനിങ്ങനെ തൂവടിയിലാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞ് ഫോൺ ചെയ്തു. ഞങ്ങളൊരു കുടുംബയോഗ ഇവിടെയുണ്ട്, അന്നേരം അതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി അച്ഛൻ പറഞ്ഞു ഒരു ഉദ്ഘാടന പ്രസംഗവും ഉദ്ഘാടനം ചെയ്യാനായിട്ട് അച്ഛനെ വിളിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നതെന്ന് പറഞ്ഞു. വിളിച്ചപാടെ അച്ഛൻ തൂവഴി കുടുംബയോഗമാണെങ്കിൽ തീർച്ചയായിട്ടും ഏതാ ഡേറ്റ് എന്ന് ചോദിച്ചു. ഡേറ്റ് പറഞ്ഞു. അന്നേരം പറഞ്ഞു ഞാൻ തീർച്ചയായിട്ടും വരാം. അന്നേരം ഞാനിങ്ങനെ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ പിതാവിനെ കുറിച്ച് 2 വാക്ക് പറയുകയും ചെയ്യണം. പിതാവിൻ്റെ ഒരു അനുസ്മരണവും കൂടിയാണ് നമ്മളിവിടെ കുടുംബയോഗവും അനുസ്മരണയോഗവും കൂടിയാണ്. അച്ഛൻ പറഞ്ഞു തീർച്ചയായിട്ടും എനിക്ക് പറയാൻ ഒത്തിരിയേറെ കാര്യമുണ്ട്. എന്നെ സെമിനാരിയിൽ എടുത്തത് തൂവഴി പിതാവാണ്. അത് അച്ഛൻ്റെ പ്രസംഗത്തിൽ അതിവിടെ പറഞ്ഞു. ഒത്തിരി സ്നേഹത്തോടെ അച്ഛന് നമ്മുടെ ക്ഷണം സ്വീകരിക്കുകയും ഇവിടെ വന്ന് നമുക്ക് വേണ്ട സന്ദേശം നൽകുകയും ഇന്ന് ഈ ഉദ്ഘാടനം നടത്തുകയും നമ്മുടെ കൂടെ ആയിരിക്കുവാനായിട്ടും അച്ഛൻ കാണിച്ച സന്മത്സരത്തിൽ നന്ദി പറയുന്നു. അച്ഛൻ രാവിലെ അച്ഛൻ്റെ രൂപതയിൽ പിതാവിൻ്റെ അടുത്തൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് അച്ഛൻ 1:30 ഇവിടെ എത്താൻ വേണ്ടി ഓടി അവിടുന്ന് വന്നതാണ്. ഒത്തിരിയേറെ തിരക്കുണ്ട്. നമുക്കറിയാം സ്റ്റാർട്ട് ഇതിൻ്റെ തൊട്ടടുത്താണ്. അവിടെ കുറേ കുട്ടികളുടെ കാര്യങ്ങളും രൂപതയുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരിയേറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒത്തിരിയേറെ തിരക്കുള്ള ഒരു വൈദികനാണ്, ഒത്തിരിയേറെ ഉത്തരവാദിത്തങ്ങളുള്ളൊരു അച്ഛനാണ്. എങ്കിലും നമ്മളെ വിളിച്ചപ്പോൾ ഓടി വരികയും അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും സ്റ്റാർട്ടിൽ അച്ഛന് റെഡിയാക്കി തന്നു. നാട്ടിൽ നിന്ന് വന്ന എല്ലാവർക്കും തന്നെ അവിടെ ഫ്രഷാകാനുള്ള സൗകര്യവും എല്ലാം അച്ഛൻ ചെയ്തു തന്നു. ഒത്തിരി സ്നേഹത്തോടെ ഈ കുടുംബയോഗത്തിൻ്റെ പേരിൽ സ്നേഹത്തോടെ അച്ഛന് നന്ദി പറയുന്നു. അതോടൊപ്പം നമുക്കറിയാം ഈ പ്രോഗ്രാം ഇത്രയും നന്നായിട്ട് നടക്കണമെങ്കിൽ അതിനുള്ളൊരു സംവിധാനം വേണം. ടീന സിസ്റ്ററെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് പിതാവിൻ്റെ അടക്കിനോട് വന്നപ്പോഴാണ്. ജസ്റ്റ് ഒന്ന് കണ്ടതേ ഉള്ളൂ. അങ്ങനെ കുടുംബയോഗവുമായി ബന്ധപ്പെട്ട് ടീന സിസ്റ്ററിനെ കാണാൻ ഞാനും സ്കറിയ സാറും ജോഷിച്ചാനും ജോബിയും ഞങ്ങളിവിടെ വന്ന് ടീന സിസ്റ്ററിൻ്റെ അടുത്ത് മീറ്റ് ചെയ്തു. നമുക്കറിയാം തൂവഴി പിതാവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പിതാവ് വളരെ മനോഹരമായിട്ട് പുഞ്ചിരിക്കും. അത് പിതാവിൻ്റെ ഹൃദയത്തിന് നന്മയുള്ളത് കൊണ്ട് പിതാവിൻ്റെ ആ പുഞ്ചിരി നമുക്കെല്ലാം ഇഷ്ടമാണ്. തീർച്ചയായിട്ടും ആ ടീന സിസ്റ്ററെ കാണുമ്പോഴും അതേ ഒരു പുഞ്ചിരിയാണ് സിസ്റ്ററിൻ്റെ മുഖത്ത് കാണുവാനായിട്ട് എനിക്ക് സാധിച്ചത്. തീർച്ചയായിട്ടും ഞങ്ങളിവിടെ വന്നു. സിസ്റ്റർ ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങൾ സ്വീകരിച്ചു. അതിനിങ്ങനെ ഒരു പ്രോഗ്രാമിൻ്റെ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ സിസ്റ്റർ പറഞ്ഞു എന്തൊക്കെ ചെയ്തു തരണമോ അതെല്ലാം ചെയ്തു തരാം. അങ്ങനെ ഞങ്ങൾ ഈ ഓഡിറ്റോറിയം വന്ന് കണ്ടു, താഴത്തെ ചാപ്പൻ്റെ കാര്യങ്ങൾ കണ്ടു, ബാക്കി ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ എല്ലാം ഏറ്റവും മനോഹരമായി ക്രമീകരിച്ചത് തീർച്ചയായിട്ടും ടീന സിസ്റ്ററാണ്. നമ്മുടെ ഒരു സിസ്റ്ററിൻ്റെ കുടുംബത്തിലെ രംഗത്തെ പോലെ തന്നെ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ രംഗമായി നിന്നുകൊണ്ട് നമ്മുടെ ഈ പ്രോഗ്രാമിന് വേണ്ട എല്ലാ കാര്യവും ചെയ്തു തന്നത് പ്രിയപ്പെട്ട ടീന സിസ്റ്ററാണ്. ഒത്തിരി സ്നേഹത്തോടെ ടീന സിസ്റ്റർക്ക് നന്ദി പറയുന്നു. അതോടൊപ്പം എത്ര നന്ദി പറഞ്ഞാലും മതി വരാത്ത ഒരാൾ നമ്മുടെ ലിസി സിസ്റ്ററാണ്. സിസ്റ്ററും ഞാനും തമ്മിൽ കുറച്ച് നാൾ മുമ്പോട്ടുള്ള ബന്ധമുണ്ട്. പിതാവിൻ്റെ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിസ്റ്റർ പലപ്പോഴും എന്നെ വിളിക്കാറുണ്ടായിരുന്നു. സിസ്റ്റർ നേരിട്ട് കണ്ടത് കുറേ നാളുകൾക്ക് ശേഷമാണ്. നമ്മുടെ തൃശ്ശൂർ കുടുംബയോഗം നടക്കുമ്പോൾ പിതാവിൻ്റെ 4ഓളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സിസ്റ്ററാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കറിയാം സിസ്റ്ററെക്കുറിച്ച് നമുക്ക് ഞാൻ പറയേണ്ട കാര്യം എല്ലാവർക്കും അറിയാം. അവസാന സമയം വരെയും പിതാവിൻ്റെ ഒപ്പം അത്രമാത്രം സ്നേഹത്തോടെ പിതാവിനെ പരിചരിച്ചൊരു സിസ്റ്ററാണ്. നമ്മളോടും തൂവഴിക്കുടും നമ്മളോട് ഒത്തിരിയേറെ സ്നേഹമുള്ള, നമ്മളെ വിളിക്കുമ്പോഴൊക്കെ എല്ലാ കാര്യവും ചെയ്തു തരുന്ന, നമുക്ക് വേണ്ടി നമ്മുടെ കൂടെ നിൽക്കുന്ന ജെസി സിസ്റ്ററാണ്. ജെസി സിസ്റ്ററെ ഒത്തിരി സ്നേഹത്തോടെ ജെസി സിസ്റ്റർക്ക് നന്ദി പറയുന്നു. നമ്മുടെ ഡൊമിനിക്കച്ചൻ്റെ അഭാവം, ഡൊമിനിക്കച്ചൻ പ്രസിഡന്റ് ഡൊമിനിക്കച്ചൻ അയർലൻഡിലാണ്. അച്ഛൻ ജനുവരിയിൽ വരുമെന്ന് പറഞ്ഞാണ് നമ്മൾ ജനുവരിയിലേക്ക് പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരുന്നത്. ഡൊമിനിക്കച്ചന് വരാൻ പറ്റിയില്ല. എങ്കിലും നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ഇന്നിവിടെ വരികയും ദിവ്യബലി അർപ്പിക്കുകയും
നമുക്ക് വേണ്ട സന്ദേശം തരികയും പിതാവിനോട് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത ജോബിനച്ചനെ സ്നേഹത്തോടെ ഓർക്കുകയാണ്. ജോബിനച്ചൻ ഒത്തിരി കഷ്ടപ്പെട്ട് ബസ്സിന് ഇന്നലെ രാത്രി ഇവിടെ എത്തി, ഇന്ന് വെളുപ്പിന് എത്തി. ഇപ്പം 1:45 ട്രെയിനിന് തിരിച്ചുപോയി. ജോബിനച്ചന് ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. നമ്മുടെ പ്രസിഡന്റിൻ്റെ അഭാവത്തിൽ എല്ലാ കാര്യവും ഏറ്റവും മനോഹരമായി ക്രമീകരിച്ചത് നമ്മുടെ ജെയിംസ് ഡോക്ടറാണ്. നമുക്കറിയാം, ഇന്നലെ രാത്രി മുതലുള്ള യാത്രയൊക്കെ ചെയ്ത് ഇവിടെ വന്ന് അത്രമാത്രം ആത്മാർത്ഥമായിട്ടാണ് കുടുംബയോഗത്തിന് വേണ്ടി ഡോക്ടർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒത്തിരിയേറെ കാര്യങ്ങൾ ഡോക്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നു. കുടുംബയോഗത്ത് മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹത്തോടെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ ജെയിംസ് ഡോക്ടറാണ്. പ്രത്യേകമായിട്ട് ഡോക്ടർക്ക് സ്നേഹത്തോടെ നന്ദി പറയുന്നു. നമ്മുടെ കുടുംബയോഗം മുമ്പോട്ട് പോകുന്നത് നമ്മുടെ ജോണിച്ചായൻ ഉള്ളതുകൊണ്ടാണ്. ജോണിച്ചായനാണ് നമ്മുടെ കുടുംബയോഗത്തെ ഏറ്റവും മനോഹരമായി മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കുടുംബയോഗം എല്ലാ വർഷവും നടത്തണം. അങ്ങനെ ഒത്തിരിയേറെ ആശയങ്ങൾ ജോണിച്ചായനുണ്ട്. കുടുംബയോഗവുമായി ബന്ധപ്പെട്ടും നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ടും നമ്മുടെ കുടുംബത്തിന് സഹായം ആവശ്യമുള്ളവരെ സഹായിക്കണം, അങ്ങനെയുള്ള ഒത്തിരിയേറെ ആഗ്രഹത്തിലാണ് ജോണിച്ചായ ഈ കുടുംബയോഗത്തെ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ഗ്രൂപ്പിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ജോണിച്ചായ മെസ്സേജൊക്കെ ഇടും. ചില തെറ്റുകളൊക്കെ ഉള്ളതുകൊണ്ട് ചിലരൊന്നും പ്രതികരിക്കാറില്ല. എങ്കിലും വീണ്ടും വീണ്ടും മെസ്സേജ് ഇട്ടുകൊണ്ട് എല്ലാവരെയും കുടുംബയോഗത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കുടുംബയോഗം ഏറ്റവും മനോഹരമായി ക്രമീകരിക്കുവാൻ ഏറ്റവും മികച്ച കാര്യങ്ങൾ ചെയ്തത് ജോണിച്ചായൻ തന്നെയാണ്. തീർച്ചയായിട്ടും ജോണിച്ചായന് നമ്മളെല്ലാവരും തന്നെ ജോണിച്ചായന് നന്ദി പറയണം. അത്രമാത്രം ജോണിച്ചായൻ കുടുംബയോഗത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പലപ്പോഴും ജോണിച്ചായൻ വിളിക്കും, ഒരു പോസ്റ്റർ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജോണിച്ചായൻ വിളിക്കും. കുടുംബയോഗത്തിന് പരമാവധി എന്ന് കുറേ ആളുകൾ കൊണ്ടുവരണം, നമ്മുടെ കുടുംബയോഗം നിന്ന് പോകാൻ പാടില്ല, 100ാമത്തെ കുടുംബയോഗം വരുന്നു. അങ്ങനെ ഇപ്പോഴും നല്ല ആക്റ്റീവായി എല്ലാ കാര്യവും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോണിച്ചായനാണ്. സ്നേഹത്തോടെ എല്ലാവരുടെയും പേരിൽ ജോണിച്ചായന് നന്ദി പറയുന്നു. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഇന്നത്തെ കുടുംബയോഗത്തിന് നന്ദി പറയേണ്ടത് സ്കറിയ സാറിനാണ്. നമുക്കറിയാം, സ്കറിയ സാർ ആണ് എല്ലാ കാര്യവും ഇവിടുത്തെ കാര്യങ്ങൾ ക്രമീകരിച്ചത്. തീർച്ചയായിട്ടും പിതാവുമായുള്ള അടുത്ത ബന്ധവും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച സിസ്റ്റേഴ്സുമായിട്ടുള്ള ബന്ധവും എല്ലാം ഉള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച സ്കറിയ സാറാണ്. മലബാർ ഏരിയയിൽ എല്ലാ കാര്യങ്ങളും ഇവിടെ വന്ന് ഇവിടുത്തെ ഓഡിറ്റോറിയത്തിൻ്റെ കാര്യങ്ങളും മറ്റെല്ലാ കാര്യങ്ങളും സംസാരിച്ചതും ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളും എല്ലാം ക്രമീകരിച്ച സ്കറിയ സാറാണ്. ഇന്ന് നമ്മുടെ സ്വാഗതം പറഞ്ഞ സ്കറിയ സാറിന് എല്ലാവരുടെയും പേരിൽ നന്ദി പറയുന്നു. ആശംസകൾ അറിയിച്ച് സംസാരിച്ച റാണി സിസ്റ്റർക്ക് ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. നമുക്കറിയാം, എല്ലാ കുടുംബയോഗങ്ങളിലും റാണി സിസ്റ്റർ പങ്കെടുക്കാറുണ്ട്. ഒത്തിരിയേറെ കുടുംബയോഗത്തെയും കുടുംബാംഗങ്ങളെയും സ്നേഹിക്കുന്ന, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന റാണി സിസ്റ്ററെ ഒത്തിരി സ്നേഹത്തോടെ ഓർക്കുകയാണ്. റാണി സിസ്റ്റർ ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്തു. പ്രിയപ്പെട്ട റാണി സിസ്റ്റർക്ക് ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. നന്ദി പറയുന്നത് ബാംഗ്ലൂരിൽ നിന്ന് വന്ന അവസ്ഥയാണ്. ബാംഗ്ലൂരിൽ നിന്ന് നമ്മുടെ കുടുംബയോഗത്തിലേക്ക് വരികയും പിതാവിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുകയും പിതാവിൻ്റെ ആ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, അല്ല പിതാവിൻ്റെ കരുതലെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒത്തിരിയേറെ ഹൃദയത്തിൽ പിതാവിനെ സ്നേഹിക്കുന്ന, ഈ തുമ്പുഴി കുടുംബത്തെ സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അവസരിച്ചായന സ്നേഹത്തോടെ നന്ദി പറയുന്നു. അതോടൊപ്പം എല്ലാ കമ്മിറ്റി അംഗങ്ങളെയും നന്ദിയോട് ഓർക്കുന്നു. നമ്മുടെ സജിച്ചായൻ, അങ്ങനെയുള്ള എല്ലാ കമ്മിറ്റി അംഗങ്ങളെയും, മലബാർ ഏരിയയിലുള്ള ജോബി, അബി, രഞ്ജിത്ത്, റെല്ലേട്ടൻ, അങ്ങനെ ഒത്തിരിയേറെ ആളുകൾ, ജോഷിച്ചായൻ, അങ്ങനെ എല്ലാവരും തന്നെ ഈ ഏരിയയിലുള്ള ആളുകൾ ഒത്തിരിയേറെ ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. അവരെ നന്ദിയോട് ഓർക്കുന്നു. അതോടൊപ്പം നാട്ടിലുള്ള എല്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും ഈ ഒരു പ്രോഗ്രാം ഏറ്റവും മനോഹരമായി ക്രമീകരിക്കുവാൻ അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും സ്നേഹത്തോടെ നന്ദി പറയുന്നു. അതോടൊപ്പം ഇന്നിവിടെ പങ്കെടുക്കുവാൻ വേണ്ടി വന്നിരിക്കുന്ന, നമുക്കറിയാം നമ്മുടെ കുടുംബത്തിൽ ഒത്തിരിയേറെ തിരക്കുകളൊക്കെ ഉണ്ട്, ഒത്തിരിയേറെ ജോലികളും കുടുംബത്തിൻ്റെതായ ഭാരങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും ഇങ്ങനെ കുടുംബയോഗമുണ്ട് എന്നറിഞ്ഞപ്പോൾ ബാക്കി എല്ലാ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ഇന്ന് ഈ കുടുംബയോഗത്തിൽ ഇവിടെ പങ്കെടുക്കുവാൻ വേണ്ടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട തുമ്പുഴി കുടുംബാംഗങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാനൊരു വാക്കുകൾ അവസാനിപ്പിക്കുന്നു.
കിരണകരങ്ങളാൽ ഇവളെ നീ ആകാശമേ കഥയിലെ ഹൂറിയോ ഞാൻ കടൽ നടുക്കോ നിന്റെ മരതക ഗൃഹം കരുതി വച്ചു നീ എനിക്കായി അപരിചിതപുരം ഇവിടമോ ശരണാലയം നീ തരും കരുണാകരം നമ്മളെത്തിയ പവിഴദ്വീപഹൃദം തേടിയ തീരം നിൻ കയ്യിൽ ഞാൻ നൽകുന്നു യേശുവേ നിന്റെ ത്യാഗമേ ക്രൂശിലെ നിന്റെ സ്നേഹം പാപിയാമെന്നെ തേടി നീ ചേർത്തണച്ച നിൻ സ്നേഹം എന്തുള്ളു ഞാൻ ദൈവമേ എന്തുള്ളു ഞാൻ കർത്തനേ നീ